നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര, കൂടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനെയും മേക്കാട് നീലകണ്ഠ സദ്ഗുരുവിനെയും ആഞ്ഞൻ തിരുമേനെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായി കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. സന്മാനന്ദ സ്വാമി വളരെ സ്നേഹത്തോടെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു ഭഗവതി സേവയുടെ അവിടെ ഒരു വീട്ടിൽ കൽപ്പാത്തിയിൽ കണ്ടുമുട്ടി. അപ്പോൾ അതിൻ്റെ അവിടെ ഇരുന്നുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, ശരത്ത് ഇത്തവണ ഒരു പ്രഭാഷണം ചെയ്യണം നാരായണാലയത്തിൽ വന്നിട്ട്. ഞാൻ ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്ത് കറങ്ങിയതിനെക്കാട്ടിലും വന്നിരുന്നിട്ടുള്ളൊരു സ്ഥലമാണ് ചെറുപ്പം തൊട്ടിട്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു പുണ്യാത്മാവിനെ കൂടെ സ്മരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയതിൽ മാറ്റങ്ങൾ നല്ലതാണ് എന്നെന്നോട് പറഞ്ഞ ഒരു മഹാത്മാവ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് എന്നറിയാതെ ആ മുത്തശ്ശിയുടെ കഥ അദ്ദേഹത്തിനോട് തന്നെ പറയുകയാണ്. അദ്ദേഹം അവസാനം കണ്ണീരടിഞ്ഞിട്ട് പറയുകയാണ്, ശരത്തെ അതെൻ്റെ മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളൊരു ആത്മബന്ധത്തിലെത്തിയ എല്ലാവരും മനോരമ വേണുവേട്ടൻ വിളിച്ചിരുന്ന വേണുവേട്ടനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പ മാസികയുടെ എഡിറ്ററായിരുന്നു കഴിഞ്ഞ വർഷം വരെ. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി കൊച്ചുവമ്മയുടെ കഥ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേൾക്കുന്നവർ. അപ്പോൾ വേണുവേട്ടൻ ഒരുപക്ഷെ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതിൽ ഒരുപക്ഷെ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള ഒരാളായിരിക്കും. കാണുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ കറക്ഷനുണ്ട്, ഇത് നന്നായി, ഇതൊക്കെ വൃത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടൊരു ശൈലിയിൽ പറഞ്ഞു തരും. ചെറുപ്പത്തിൽ ഞാൻ അമ്മുമ്മ ഇവിടേക്ക് അന്നദാനത്തിനും ഈ ഗുരുവായൂരപ്പൻ മാസികയുടെ വരിസംഖ്യ അടയ്ക്കാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ തന്നുള്ളൂ. അപ്പം അന്നിവിടെ അടുത്തൊരു കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു ഗുരുവായൂരപ്പൻ മാസികയുടെ ഓഫീസ്. വേണുവേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ കൊമ്പം മീശയാണ്. വേണുവേട്ടൻ്റെ ആ കൊമ്പം മീശ പേടിച്ചിട്ട് ഞാൻ വേഗം കൊടുത്തിട്ട് ഞാൻ വേഗം പോകും. ഇവിടെ വന്നിരിക്കും. നാരായണാലയം കുറേ കൂടെ മുന്നിലായിരുന്നപ്പോഴും അതിനുശേഷം ഇങ്ങോട്ട് നീങ്ങിയപ്പോഴും ഒക്കെ പല കാലങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട്. പലപ്പോഴും അകത്ത് തിരക്കിൽ കയറി തൊഴാൻ പറ്റാതെ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കാലത്ത് വളരെ വിഷമിച്ചിട്ട് നടക്കുമ്പോൾ ഗുരുവായൂരപ്പൻ പറയും, നാരായണാലയത്തിൽ പോയിട്ട് ആ പൂന്താനം കൃഷ്ണനെ തൊഴുതോളൂ, അതേ തൃപ്തി തരാമെന്ന് പറയും. എത്രയോ തവണ ഇവിടെ വന്ന് തൊഴുതാ ഭഗവാനെ ശ്രീലകത്ത് കണ്ട അതേ അനുഭൂതിയോട് കൂടിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് സന്മാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ വന്നിരിക്കാൻ സാധിച്ചു. അതും നാമമാഹാത്മ്യത്തിനെ കുറിച്ച് പറയാം. നമ്മളെത്രയോ കാര്യങ്ങൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഫേസ്ബുക്കും വാട്സപ്പും പുസ്തകങ്ങൾ വഴിയും ചർച്ചകൾ നടത്തുന്നു, സാധനകളെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ വായിക്കണം, അങ്ങനെ വായിക്കണം, ഇങ്ങനെയാണ് ജപിക്കേണ്ടത്, അങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് യുദ്ധം നടത്തുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യത്തെ ഭഗവാൻ നമ്മുടെ മുന്നിൽ വിളമ്പി വെച്ച് തന്നിട്ട് പോലും എടുത്ത് കഴിക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിരുനാമം. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അസാന്നിധ്യത്തിൽ പോലും നമ്മുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ പറയുന്നത് നമ്മുടെ പേര് പറഞ്ഞിട്ടല്ലേ. ആ പേരിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ഒരു പ്രസൻസ് കൊടുക്കാം എങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവിൻ്റെ നാമമായിട്ട്, വാസ്തവത്തിൽ അതിനൊരു നാമമില്ല, പക്ഷെ അതിന് ഋഷിമാർ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുള്ള വിശേഷപ്പെട്ട നാമങ്ങൾ. ആ നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതി അതെന്താ, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. നാരായണാലയം നാമത്തിൻ്റെ മുകളിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിന് നാശം ഉണ്ടാവില്ല. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ തിരുമേനിയുടെ പാദത്തിങ്കിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത്. ഞാനിവിടെ ഡോക്യുമെൻ്ററി ചെയ്യാൻ വന്ന കാലത്ത് എനിക്ക് ആദ്യം കിട്ടിയ നിർദ്ദേശം ആഞ്ഞൻ തിരുമേനിയെക്കുറിച്ചൊന്നും അധികം പറയണ്ട കേട്ടോ ഡോക്യുമെൻ്ററിയിലെന്ന് പറയും. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടിക്കല്ല് കിടക്കുന്നത് ആഞ്ഞൻ തിരുമേനിയുടെ ശരീരത്തിലാണ്. ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തന്നെ പറയാം.
അതേപോലെ നമ്മളിന്നീ കൊണ്ടാടുന്ന നാമസങ്കീർത്തന പ്രസ്ഥാനത്തിൻ്റെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഉപജ്ഞാതാവ് അത് മേക്കാട് നീലകണ്ഠ സദ്ഗുരു തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് ശിവേലിയുടെ പുറകിൽ കൈകൊട്ടിയിട്ട് എല്ലാവരും ഹരേ രാമ പാടിപ്പോകുമ്പോൾ ശരിക്ക് ശിവേലിക്ക് ഭഗവാന്റെ ഒപ്പം പ്രദക്ഷിണം പാടില്ല എന്നാണ് തന്ത്രം അതാ പറയുന്നത്. കാരണം ഭൂതങ്ങൾക്കുള്ള സമയം അത്. പരിവാരങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭഗവാൻ മേൽനോട്ടത്തിന് പോവുകയാണ്, അത് പാടില്ല. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത് വിശേഷമായിട്ടുള്ള ഭഗവാൻ അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഭജന സമ്പ്രദായമാണ്. അത് തുടങ്ങി വെച്ചത് തന്നെ സദ്ഗുരുവാണ്. കുഞ്ഞിക്കാവ് തമ്പുരാനും കാശിത്തമ്പുരാനും പരമേശ്വരൻ ഭ്രാന്തിരിയും ആനന്ദിരിവേനിയും അങ്ങനത്തെ നക്ഷത്രങ്ങൾ അതിനെ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ കുഞ്ഞിക്കാവ് തമ്പുരാൻ അതിനു മുന്നേയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ ചുറ്റിയുള്ള നമ്മുടെ കാലഘട്ടത്തിലെ എല്ലാ ആരാധനയുടെ, അതായത് ഭക്തരുടെ ആരാധനയുടെ സമ്പ്രദായങ്ങളുടെ മുഴുവൻ അടിത്തറ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുഞ്ഞിക്കാവ് തമ്പുരാനാണ്. ഇത് മുഴുവൻ നടന്നിരുന്നത് ആ കൂത്തമ്പലത്തിലുമാണ്. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, ഞാനും വിപിനും കൂടെ വരുമ്പോൾ ഞാൻ അവനോട് പറയുമായിരുന്നു, വിളക്ക് പോലും ഇല്ല. ഇപ്പോൾ സഹസ്രകാലശായി കാർബോർഡ് പെട്ടികളാണ് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത്. നരിച്ചീറുകളും കദളിക്കൊലകൾ അഴിഞ്ഞു തൂങ്ങിയതുമായിരുന്നു ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്ന കാലത്ത്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ശിശിർ സാറ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം TVSനെ കൊണ്ടുവന്നിട്ട് അത് നേരാക്കുകയും ചെയ്തതിന് ശേഷമാണ് കൂത്തമ്പലം ഇന്നത്തെ ഭംഗിയായത്. ഇങ്ങനെ ആയിരുന്നില്ല കൂത്തമ്പലത്തിൻ്റെ അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ മുഴങ്ങിയിട്ടുള്ള നാമഘോഷത്തിന് കണക്കില്ല. ആ ചൈതന്യം ഇന്നും അവിടെയുണ്ട്. ഗുരുവായൂരപ്പൻ പല പ്രശ്നങ്ങളിലും ദേവപ്രശ്നങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീകോവിൽ പോലെ എനിക്ക് പ്രിയപ്പെട്ട രണ്ടിടങ്ങൾ, ഒന്ന് നൃത്തവും ഒന്ന് കൂത്തമ്പലവുമാണ്. കൂത്തമ്പലത്തിലാണ് ഭക്തരുടെ ആരാധനയുടെ പരകോടി കണ്ടിട്ടുള്ളത്. കുഞ്ഞിക്കാവ് തമ്പുരാൻ പലപ്പോഴും ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ദാ നിൽക്കണോ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുമായിരുന്നു അത്ര. അങ്ങനെ ദർശനം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ തൊഴുതിട്ട് കൂത്തമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് 2 നാമമെങ്കിലും ജപിച്ചിട്ട് വേണം എത്ര ധൃതി ഉണ്ടെങ്കിലും പോകാൻ. അവിടെ നാമം ജപിക്കുന്നത് കൊണ്ട് ഒരു വിശേഷം. നാമം പറയുമ്പോൾ നാമത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലമഹാത്മ്യം കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ വകയായിട്ടുള്ള സ്ഥലമഹാത്മ്യമാണെന്ന് വിചാരിച്ചാൽ മതി. ആ കൂത്തമ്പലം നാമം ജപിക്കാൻ ഗുരുവായൂർ ഇത്രയും ശക്തി. ഒരു നാമം ജപിച്ചാൽ 1,00,000 നാമം ജപിച്ചതിൻ്റെ ഫലം തരുന്ന സ്ഥലം ആ കൂത്തമ്പലമാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കേണ്ട, അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് ഭഗവാനെ സങ്കല്പിച്ചാൽ മതി. ഭഗവാന്റെ നിരന്തര സാന്നിധ്യം, ഭഗവാൻ ഓടിക്കളിക്കുന്ന സ്ഥലം അത്. അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, ഭഗവാന്റെ സ്ഥലവൃക്ഷം നിന്ന സ്ഥലമാണെന്നാണ് സങ്കല്പം. എന്താണെങ്കിലും ആത്മീയ സാധനയ്ക്ക് നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട്. അത് ധ്യാനമാവാം, ജപമാവാം, പൂജയാവാം, ഹോമമാവാം, ഇനി വിശേഷപ്പെട്ട വല്ലതും കോമ്പിനേഷൻസിൽ വല്ലതും ഒക്കെ ആവാം. ഇപ്പോൾ നമ്മൾ സപ്താഹങ്ങൾ അല്ലെങ്കിൽ ഇന്നത് ഒരു പ്രത്യേക രീതിയിൽ മാത്രം വ്രതങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ, അതാണല്ലോ നമ്മുടെ ധർമ്മത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലൊക്കെ അതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ച് കൊണ്ടുപോകും. എന്നാൽ അതിൻ്റെ അകത്തെ ആ സത്തയെ നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി. കാരണം സനാതനധർമ്മം പ്രകൃതിയിൽ അധിഷ്ഠിതമാണ്. അതിനെ ഒരു ഒറ്റക്കല്ലിൽ നമുക്ക് വാർക്കാൻ പറ്റില്ല. ഒരു ദേവൻ മാത്രമാണ് ശരി എന്ന് പറയാൻ നമുക്കതിൽ സാധിക്കില്ല. പ്രകൃതി തന്നെ വൈവിധ്യമായിരിക്കും. നമ്മൾ തന്നെ ജനിച്ച നമ്മളാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. ഒന്ന് നോക്കൂ, എത്ര മാറ്റം വന്നു നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് എത്ര മാറ്റം വന്നു. നമ്മൾ പണ്ടത്തെ നമ്മളല്ല ഇപ്പോഴത്തെ നമ്മൾ. നാളെ നമ്മൾ ഈ നമ്മളായിരിക്കില്ല. നമ്മളെ മാറുമ്പോൾ മാറ്റമില്ലാത്ത ഒരു വസ്തു എന്നുള്ളത് ഇതിൻ്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം മാത്രമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു തോട്ടെ നമ്മുടെ ഋഷീശ്വരന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതിന് അനവധി ഉപകരണങ്ങൾ അവർ നമുക്ക് ഇട്ട് തന്നു. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഉപകരണങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഈ ഉപകരണങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ സരളമായിട്ടുള്ളതാണ്. ഇപ്പോൾ വിഗ്രഹാരാധനയും ഒരു രീതിയാണ്, ക്ഷേത്രദർശനം ഒരു രീതിയാണ്, അല്ലെങ്കിൽ തീർത്ഥാടനം ഒരു രീതിയാണ്. പണ്ടൊക്കെ തീർത്ഥാടനം പറഞ്ഞാൽ അമ്പലത്തിൽ പോക്കല്ല, തീർത്ഥങ്ങളിൽ കുളിക്കലാണ് തീർത്ഥാടനം. മഹാഭാരത കാലത്തൊന്നും ക്ഷേത്രങ്ങളില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം, ശരിക്കും മൂലഭാരതം മൂലരാമായണമൊക്കെ വായിച്ചാൽ ഒരൊറ്റ ക്ഷേത്രം പറയില്ല. തീർത്ഥങ്ങളിൽ പോയി കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അനവധി തരം ഉപാസനകൾ ഇരുന്നതിൽ നാമം എന്നുള്ള നാമോപാസന എന്നുള്ളത് ഭാഗവത ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പ്രചരിക്കുകയും
പടരുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ വർഷങ്ങൾ കഴിയുന്തോറും, ഞാൻ യുഗങ്ങൾ കഴിയാമെന്നൊന്നും പറയില്ല, വർഷങ്ങൾ കഴിയുന്തോറും ജീവിതം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. എന്തുകൊണ്ടാണ് ജീവിതം കോംപ്ലിക്കേറ്റഡ് ആവണമെന്നറിയും? ജീവിതത്തിനനുസരിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ തലയിലേക്ക് വലിച്ചു കയറ്റുന്ന ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള അറിവുകളുടെ തോത് കൂടി, അത്രയും മനസ്സിൻ്റെ വിക്ഷേപങ്ങൾ കൂടി, കൺഫ്യൂഷൻ കൂടി. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെട്ടി റോക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു തീ കൊളുത്തിയിട്ട് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റുകൾക്ക് എന്താ സംഭവിക്കുക? അതുപോലെയാണ് നമ്മുടെ മനസ്സ്. രാവിലെ എടുത്തിട്ട് ഫോൺ അങ്ങോട്ട് തുറക്കുക, ഇതോട് കൂടിയിട്ട് ഈ വിക്ഷേപങ്ങളിലേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എത്രത്തോളം കുറച്ച് ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു അഭ്യാസം ഇന്നില്ലാതെ. നാമജപത്തിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് ഏത് യോഗത്തിൻ്റെയും യോഗവിദ്യയുടെയും അത് തന്നെയാണ്. ചിന്തകളെ കുറച്ച് കൊണ്ടുവരുന്ന അത് നാമാവുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചിന്തയിലേക്ക്, ഒരു നാമത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അപ്പം മനസ്സ് ഒറ്റ ചിന്ത മാത്രമായിട്ട് മാറും. മനസ്സ് ശരിക്ക്, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, വെറും പ്രഹേളികയാണ്. സിനിമയിൽ 24 ഫ്രെയിം ഒരു സെക്കൻഡിൽ പോകുമ്പോൾ ഓരോ ചിത്രമാണ്. ഓരോന്നിനും ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാം കൂടെ ഒറ്റടിക്ക് പോകുമ്പോൾ അത് ചലിക്കുന്ന പോലെ തോന്നും. മനസ്സ് എന്ന് പറയുന്നത് ദൂരം നോക്കുമ്പോഴേ മനസ്സുള്ളൂ, ശരിക്കും മനസ്സില്ല. ഒരു ചിന്ത, അടുത്ത ചിന്ത, ഇതിങ്ങനെ ചേർന്ന് വരുന്നതിനാണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ചിന്തകളുടെ എണ്ണം കുറച്ചാൽ മനസ്സും അടങ്ങും. കാരണം മനസ്സിൻ്റെ ആ വൈബ്രേഷൻ കുറയും. കുറച്ച് കൊണ്ടുവന്നാൽ ഒരു നിമിഷത്തെ എന്ത് ചിന്തയാണോ അതാണ് അപ്പോഴത്തെ മനസ്സ്. അപ്പോൾ ആ നിമിഷത്തെ ചിന്ത ഭഗവാനാക്കിയാലോ? നമ്മുടെ മനസ്സ് ഭഗവാനാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? ആ ചിന്ത ആ നിമിഷം ഭഗവാനാണെങ്കിൽ ആ ചിന്തയുടെ ദൈർഘ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഭഗവാനെ അത്രയും നേരം നമുക്ക് മനസ്സ് നിർത്താൻ പറ്റും. ഇത് സാധാരണ ലൗകികതയിൽ നടക്കില്ല നമുക്ക്. അതിനാണ് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സകല ജോലിയും ചെയ്യാൻ പറയുന്നത്. എന്തും ചെയ്യാം, അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭഗവാനുള്ള ആ ഒരു ത്രെഡ് അവിടെ കിടക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അതിന് നമുക്ക് കിട്ടുന്ന ഹുക്കാണ് നാമം. നമ്മൾ സാധാരണഗതിയിൽ നാമത്തിനെ എന്തോ ഒരു ഉപകരണമായിട്ടാണ് പറയാറ്. വാസ്തവത്തിൽ മഹാ അപകടമാണ് അങ്ങനെ കാണുന്നത്. അതൊരു ഉപായമേ അല്ല, ഉപേയം തന്നെയാണ്. നാമം ഭഗവാനാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഭഗവാന്റെ നാമം എന്നൊന്നും കൂടെ പറയുന്ന അപകടമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് ആരും പറയാറില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞതല്ല, നാമം ഭഗവാനാണ്. ഇത് ആദ്യം മനസ്സിൽ ഉറപ്പിച്ച പിന്നെ നാമത്തിനെ നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് സമീപിക്കുള്ളൂ. അപ്പോൾ പിന്നെ നാമാപരാധങ്ങളുടെ ഒന്നും ഡിസ്കഷൻ്റെ ആവശ്യമേ വരുന്നില്ല. ഒരപരാധവും അവിടെ സംഭവിക്കില്ല. സർവത്ര ശുദ്ധി വന്നു കഴിഞ്ഞു. മന്ത്രത്തിന് കീലകം പൂട്ട് തുറക്കുക, മന്ത്രത്തിനെ സംസ്കരിക്കുക, ശുദ്ധി വരുത്തുക എന്നൊക്കെ പറയും. നാമത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നാമത്തിന് ആ പൂർണ്ണ പരിശുദ്ധി എപ്പോഴാണ് വരണമെന്ന് വെച്ചാൽ അത് ഭഗവാൻ തന്നെയാണോ നമുക്ക് 100% ബോധം ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ മഹാഭാരതം തന്നെ പറയുന്നുണ്ട്, എല്ലാ ധർമ്മങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠമാണ് നാമജപം. അതിൻ്റെ ഉത്ഭവം അഹിംസ എന്നാണെന്നാണ് പറയുന്നത് മഹാഭാരതം. കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ഭഗവാന്റെ നാമം ഇടതടവില്ലാതെ ഉരുവിടുന്ന ഒരുത്തൻ അതിൻ്റെ പൂർണ്ണഭാവത്തോടു കൂടി ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാം ഭഗവാനാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ വരുള്ളൂ. ഇത് പരസ്പര പൂരക. ഇതിങ്ങനെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് ചോദിക്കണമാതിരി ചോദ്യമാണ്. ഈ ഭാവന ഉണ്ടെങ്കിലേ ജപിക്കാൻ പാടുള്ളൂ എന്നല്ല, ഈ ജപിച്ചാൽ ഈ ഭാവന വരികയും ചെയ്യും. ഇത് അങ്ങോട്ടും ശരിയാണ് ഇങ്ങോട്ടും ശരിയാണ്. ഇതൊരു സൈക്കിളാണ് വാസ്തവത്തിൽ. അപ്പോൾ അഹിംസാനിഷ്ഠയിൽ നിന്നാണ് അത്രയും നാമജപത്തിൻ്റെ അടിസ്ഥാനം എന്ന് മഹാഭാരതം പറഞ്ഞിട്ടുണ്ട്. ഈശ്വരനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇന്ന് നാമങ്ങൾ ഭഗവാന്റെ ഓരോ ഭാവത്തെ കുറിക്കാനാണ് കൊടുക്കുന്നത്. ഭഗവാൻ ചെയ്തിട്ടുള്ളൊരു വിശേഷ പ്രവൃത്തി അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു വിശേഷ ഗുണം ഇത് പറയാനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ നാമങ്ങൾ, ഇപ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരർത്ഥം, മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരർത്ഥം, വിഷ്ണു എന്ന് പറഞ്ഞ ഒരർത്ഥം, മഹാദേവൻ എന്ന് പറഞ്ഞ ഒരർത്ഥം, അംബിക എന്ന് പറഞ്ഞ ഒരർത്ഥം. ഇതൊക്കെ ഓരോ അർത്ഥങ്ങൾ, ഓരോ ഭാവങ്ങളാണ്. ആ ഭാവങ്ങളെ കുറിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടിസ്ഥാന വസ്തു അവിടെ മാറുന്നില്ല. പക്ഷേ ഈ ഓരോ നാമത്തിലും നമ്മൾ മനസ്സൂന്നി ആ ഭാവമറിഞ്ഞ് ജപിക്കുമ്പോൾ ആ ഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു തലം നമ്മുടെ മനസ്സിൽ ആദ്യം ഉണരും. നമ്മൾ കാളി 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 എന്ന് പറഞ്ഞാൽ അതുമായിരിക്കും. ഇപ്പം അമ്മ അമൃതാനന്ദമയി കാളി എന്ന് ചെല്ലണം കേട്ടിട്ടുണ്ടോ? പണ്ട് പഴയ ഭജനകളിലൊക്കെ കേൾക്കാം ഒരു കാളി എന്ന് വിളിക്കുന്നത്.
ഇപ്പം അങ്ങനെ കാണാറില്ല അമ്മയുടെ ഭജനകളൊന്നും. അങ്ങനെ ആ കാളിന്ന് വിളിക്കുന്നതിൽ നമുക്ക് ആ കാളി അറിയാൻ പറ്റും. അത് ആ വിളി വരുന്നതിൻ്റെ പവറാണ്. നാരായണ എന്ന് വിളിക്കുന്നത് ആ വിളിയിലറിയാം നമുക്ക്, അത് വരുന്നതിൻ്റെ പവർ. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് നമുക്കറിയാം, അകത്തുനിന്ന് അറിയും നമുക്കിത് എവിടുന്നാണ് അതിൻ്റെ സ്രോതസ് വരണമെന്ന്. അത് ആ ഭാവം അതിൽ നിൽക്കണോണ്ടാണ്. ആ നാമം, ആ ശബ്ദം പുറത്തു വരുന്ന സമയത്ത് ഭഗവാനായിട്ട് തന്നെ നമുക്ക് അനുഭവത്തിൽ വരുന്നത് കൊണ്ടാണ് ഒരാൾ നാരായണനാമം അങ്ങനെ ഉച്ചരിക്കുമ്പോൾ നമുക്കൊരു കമ്പനം ഉണ്ടാവും. ഒന്നുമില്ല, നമ്മൾ കരഞ്ഞു പോകും. കാരണം ഭഗവാൻ നമ്മളെ വന്ന് തൊടുകയാണ്. ഗുരുവായൂരപ്പൻ വന്ന് നമ്മളെ അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കരയും, നമ്മൾ ഉരുകി അങ്ങോട്ട് പോകും. കാരണം അത് അഗ്നിയാണ്, നമ്മൾ ഉരുകിപ്പോവും. അപ്പോൾ പതഞ്ജലി മഹർഷി പറയുക യോഗസൂത്രത്തിൽ, തജ്ജപസ് തദർത്ഥഭാവനം. അത് ഓംകാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഓംകാരവും നാമജപമാണ്. ഓം എന്നുള്ളതൊരു നാമമാണല്ലോ, ബ്രഹ്മത്തിൻ്റെ നാമമാണ് ഓം. അതിൻ്റെ ജപം എങ്ങനെ? അതിൻ്റെ അർത്ഥഭാവനയോട് കൂടിയിട്ട് ചെയ്യുക. വെറുതെ പറയുകയല്ല, ഇത് ഇവിടെ വന്നിരുന്നിട്ട് എന്ന് പറയാനോ പ്രമാണം പറയണം. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ജപിക്കുക. അർത്ഥം അറിഞ്ഞ് ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഒരു തവണ ഉച്ചരിച്ചാൽ പോലും അത് സത്സംഗം. ഒരു തവണത്തെ നാമോച്ചാരണം തന്നെയാണ് സത്സംഗം. സത്സംഗത്തിൽ 10 പേര് കൂടിയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സത്യവുമായിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ സംഘം ചെയ്യുന്നോ അത് സത്സംഗം. ആ സത്യത്തിനാണ് ഭാഗവത് ഉപാസിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സത്യം തന്നെയാണ്. ആ സത്സംഗം തന്നെയാണ് ശരിക്ക്. ഒരു തവണ നാമം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഭാവത്തോടു കൂടി ഉച്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നാരായണ. അങ്ങോട്ട് വിളിച്ചാൽ നാരായണ, അത് അവിടെ ഉണ്ട് അല്ലേ. രാമ അല്ലെങ്കിൽ രാം, ശരിക്കും രാം എന്ന് വരണം എന്നാണ്. വായ അട്ടയണം, പിന്നെ തുറക്കരുതെന്നാണ്. അപ്പോഴേ അത് പവർ വരുള്ളൂ. ശരിക്കും രാമനാമത്തിൻ്റെ പവർ രാം തന്നെ പറയണമെന്നാണ്. പിന്നെ അപ്പോൾ നാമങ്ങളുടെ ശക്തിയെക്കുറിച്ച് അനവധി കഥകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്കതൊന്നും നിങ്ങളെപ്പോലെ ഉത്ബുദ്ധരായിട്ടുള്ള ഭക്തരായിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഗുരുവായൂർ പോലൊരു സ്ഥലത്ത് നാരായണാലയത്തിൽ ഇരുന്നിട്ട് അജാമിളൻ്റെ കഥ അല്ലെങ്കിൽ വാൽമീകിയുടെ കഥ എന്നൊന്നും പറഞ്ഞിട്ട് കഥയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ കൂട്ടായിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം നാമത്തിനെയും ഭഗവാനെയും ധ്യാനിക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞ് ആ സമയത്തിൽ നമുക്ക് നിർത്താൻ പറ്റുമോ അതൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ പക്ഷെ അധികം പ്രചാരമില്ലാതെ, ഞാൻ പണ്ട് ഇവിടെ വിഷ്ണു സഹസ്രനാമം 2 കൊല്ലം മുമ്പ് കീഴ്ശാന്തിമാരുടെ ഭജനക്കാലത്ത് അകത്ത് വ്യാഖ്യാനം ഉണ്ടായപ്പോൾ പറഞ്ഞൊരു ഇതുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അന്ന് ശരിക്കും അത് ഗുരുവായൂരപ്പന് മാത്രം നേദിച്ച് അതവിടെ പോയി, പിന്നെ അത് പുറത്തേക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്, അംഹസംഹരതകിലം സകൃതയാ ദേവസകല ലോകസ്യ തരണിരിവ തിമിരജലതിം ജയതി ജഗന്മംഗളം ഹരേർനാമ എന്നാണ്. ഇവിടെയൊന്നും അധികം പ്രചാരമില്ലാത്തൊരു പുസ്തകത്തിലാണ്, എന്നാൽ ഇതിൻ്റെയൊക്കെ അടിത്തറയായിട്ടുള്ള പുസ്തകമാണ്. പലരും ഇവിടെ അത് കേട്ടിട്ട് പോലും. ഭഗവൻ നാമ കൗമുദി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. ലക്ഷ്മീധരാചാര്യൻ്റെ പുസ്തകമായിരുന്നു. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ വിജയനഗരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. 10-42 വയസ്സ് വരെ അദ്ദേഹം ഗൃഹസ്ഥനായിട്ട് ഇരുന്ന്, പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ അദ്ദേഹം അതൊക്കെ വിട്ടുപോയി. 48 വയസ്സിൽ ശരീരവും വിട്ടു. നോർത്തിൽ കേദാരത്തിലൊറ്റ വെച്ചിട്ടാണ് ശരീരം കളഞ്ഞത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ കാലഘട്ടത്തിൽ, ആ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം നാമസങ്കീർത്തനത്തിനും സമ്പ്രദായ ഭജനയ്ക്കും കൊടുത്ത അടിത്തറ, തിയറിറ്റിക്കൽ ഗ്രന്ഥം. ഇപ്പോൾ സമ്പ്രദായ ഭജന എന്തിനാണ് നടത്തണം, അതിനെന്താ ഇപ്പോൾ തിയറി എന്ന് ചോദിക്കും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിപ്പോൾ നാമസങ്കീർത്തനം നടത്തണം? നിങ്ങൾക്ക് ഭേദമല്ലേ ചെല്ലണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രോപാസനയല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിലുള്ള ഉപാസനകളല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനൊരു താത്വികമായിട്ടുള്ളൊരു തലം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കൊടുത്തതാണ് ഈ മഹാഗ്രന്ഥം. ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഫർദർ ഇതിലേക്ക് പോവാം. ഇതിൽ പറഞ്ഞെന്താ വെച്ചാൽ, അംഹസംഹരതകിലം സകൃതയാ ദേവസകല ലോകസ്യ തരണിരിവ തിമിരജലതിം ജയതി ജഗന്മംഗളം ഹരേർനാമ. അതായത് പൊന്നുഗുരുവായൂരപ്പൻ്റെ ഹരി എന്നുള്ള ആ നാമം ഒരു തവണ ഉച്ചരിച്ചാൽ സകല പാപങ്ങളെ അത് എരിച്ചു കളയും. ഭാഗവതത്തിൽ പറഞ്ഞിട്ട് പതിതസ്കലിതശ്ചാർത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ കിടപ്പുണ്ടത് അല്ലേ. ആ എരിച്ചു കളയും. അറിവില്ലായ്മയുടെ ഈ അറിവില്ലായ്മ, ഞാൻ വേറെയാണ് എന്നുള്ളതാണ് അറിവില്ലായ്മ. ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് അറിവ്. ആ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞു കിടക്കണ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൻ്റെ സംസാരത്തിൻ്റെ കടലിനെ സൂര്യനാകണ കപ്പൽ മുറിച്ചു കിടക്കണത് പോലെ ആ നാമം നമ്മളെ മറുകര എത്തിക്കും. ആ ഹരിയുടെ നാമം സദാ ജയിക്കട്ടെ
അത് ജയതി ജഗന്മംഗളം ഹരേർ നാമ എന്ന് പറഞ്ഞിട്ട് ഉദ്ഘോഷിക്കുകയാണ് ചെയ്യണത് അദ്ദേഹം. കാഞ്ചിയിൽ ചന്ദ്രശേഖര സരസ്വതിക്ക് മുമ്പ് ഒരു 3-4 തലമുറകൾക്ക് മുമ്പ്, ഒരു 3-4 പീഠാധിപതികൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനായിട്ടൊരു കുട്ടി, വളരെ ചെറുപ്പം, ചന്ദ്രശേഖര സരസ്വതി പെരിയവരും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് 7 വയസ്സിലൊറ്റേ കൊണ്ടുവന്ന് സ്കൂളിൽ പോയിരുന്ന കുട്ടി അങ്ങനെ പിടിച്ചുകൊണ്ടുവന്നാണ്. ഇത് 13 വയസ്സിൽ കൊണ്ടുവന്നു. ബോധേന്ദ്രൻ, തമിഴിലൊക്കെ ബോധേന്ദ്രാൾ എന്നാണ് പറയുക, ബോധേന്ദ്ര സദ്ഗുരു. എല്ലാ ഭജന തുടങ്ങുമ്പോഴും ബോധേന്ദ്ര സദ്ഗുരുവിനൊരു കീർത്തനം ഉണ്ടാവും. തമിഴ് സമ്പ്രദായ ഭജനകളൊക്കെ കേട്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ബോധേന്ദ്ര സദ്ഗുരു കാഞ്ചി മഠത്തിൻ്റെ പീഠത്തിൽ ആരോഹണം ചെയ്യണതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ആ വയ്യാതെ കിടക്കുമ്പോൾ പറഞ്ഞത്രേ, ഭഗവൻ നാമ കൗമുദി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ലക്ഷ്മീധരൻ്റെ, അത് നീ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് പഠിക്കണം, അത് പഠിക്കാണ്ട നാമപ്രചരണം ചെയ്യരുത് പറഞ്ഞു. ബോധേന്ദ്രൻ അത് അന്വേഷിച്ചു പോയി ഒറീസയിൽ അത് കണ്ടെത്തി. അവിടെ നിന്ന് അത് പഠിച്ചു വന്നതിന് ശേഷമാണ് അത്ര നമ്മൾ ഇന്ന് കാണുന്ന സമ്പ്രദായ ഭജന രൂപപ്പെടുത്തിയത്. രാമനാമത്തിൻ്റെ മഹിമ പറയുന്ന ശ്രീരാമകർണാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയും കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ. നമ്മുടെ കൃഷ്ണകർണാമൃതം വില്യമംഗലത്തിൻ്റെ എങ്ങനെയാണോ അതേപോലെ മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ബോധേന്ദ്രൻ്റെ ഈ രാമകർണാമൃതം. അതിലും ഈ നാമത്തിൻ്റെ മാഹാത്മ്യത്തിനെ അദ്ദേഹം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിന് കണക്കില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥം ലക്ഷ്മീധരാചാര്യനെയും കൂടെ ആനന്ദതിരുമേനടി സവിധത്തിൽ മേക്കാട് നിലകണ്ഠ സദ്ഗുരുവിൻ്റെ സ്മരണയിൽ സ്മരിക്കണം എന്ന് ഗുരുവായൂരപ്പൻ മനസ്സിൽ തോന്നിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം മൂലക്കല്ലുകളെ നമ്മൾ മറക്കരുത്. അതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനങ്ങൾ. അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും. അതേപോലെ തന്നെ ആണ്ടാൾ നാച്ചിയാർ തിരുമൊഴിയിൽ പറയുന്നുണ്ട്, നാമമായിരം ഏറ്റ് നിன்ற നാരായണ നരനേ ഉൻറയെന്നാണ് വിളിക്കുന്നത്. ആയിരക്കണക്കിന് നാമങ്ങൾ ധരിച്ചു നിൽക്കണ നരനും നാരായണനുമായിട്ടുള്ള നാരായണ നിന്നെ എന്ന് പറഞ്ഞിട്ടാ അഭിസംബോധന ചെയ്യണത് തന്നെ. ഭഗവാൻ നരനായിട്ട് ജനിച്ചു, നാരായണനായിട്ട് ജനിച്ചു. നമുക്ക് ഇമ്മീഡിയറ്റ്ലി പറയും ആ നരൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അർജുനനിൽ പോവും, തെറ്റൊന്നുമില്ല. പക്ഷെ നരൻ രാമനാണ്. ഇത് നമ്മുടെ നാട്ടിൽ ആരും ചർച്ച ചെയ്ത് കാണാറില്ല. നരനാരായണന്മാർ ഒന്നിച്ചു വന്ന ഒരു അവതാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീരാമസ്വാമിയാണ്. കാരണം ഒരു മനുഷ്യൻ അനുഭവിച്ച സകല ദുഃഖങ്ങളും ബാധിച്ചിട്ടുണ്ട്. നരൻ ദുഃഖം ബാധിക്കുന്ന അവസ്ഥയാണ്, നാരായണൻ ദുഃഖം ബാധിക്കാത്ത അവസ്ഥയാണ്. ഇത് രണ്ടും ചേർന്ന് ഒരാളിൽ വരുന്നതാണ് രാമൻ. അതുകൊണ്ടാണ് ശരിക്കും രാമനാമം ഇത്ര അധികം കണക്റ്റ് ആവുന്നത് നമുക്ക്. അത് ആണ്ടാൾ അതിനെ വിസ്തരിക്കുന്നുണ്ട് പിന്നീട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പുരുഷൻ, നരൻച്ച പുരുഷൻ, ആ പുരുഷൻ്റെ രൂപത്തിൽ പരംപുരുഷനായിട്ടുള്ളവൻ ജനിച്ചു. രാമനായിട്ട് ജനിച്ചത് നാരായണനാണ്, നരനായി ജനിച്ചത് നാരായണനാണെന്നാണ് ആണ്ടാൾ പറഞ്ഞു വയ്ക്കുന്നത്. ആണ്ടാൾ അങ്ങനെ പല വിചിത്ര കൽപ്പനകളും ഉണ്ട്. കൃഷ്ണൻ വേലി പിടിച്ചിട്ടിരിക്കുന്നതാണ് പല സ്ഥലത്തും കാണുക ആണ്ടാളുടെ പാട്ടുകളിൽ. അത് തിരുപ്പുകഴൊക്കെ നമ്മുടെ ആണ്ടാളുടെ പാട്ടുകൾ നാച്ചിയാർ തിരുമൊഴിയല്ല, മറ്റേ പാട്ടുകളുണ്ടല്ലോ, തിരുപ്പാവയിലൊക്കെ പല സ്ഥലത്തും വേല് പിടിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്. വേല് ഗുരുവായൂരപ്പൻ്റെ ആയുധമായിട്ട് ആരാധിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. എന്താണെങ്കിലും ഈ രാമൻ്റെ നാമത്തിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അവിടെ. എപ്പോഴും നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ രാമനാമം വരും. അതങ്ങനെയാണ്. അതിൽ നമ്മൾ ഭേദഭാവം വിചാരിക്കരുത്. അയ്യോ കൃഷ്ണൻ്റെ നാമം, കൃഷ്ണനാണ് എനിക്ക് ഇഷ്ടദേവൻ, രാമൻ്റെ നാമം മോശം, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാബൂളിലെ ഡൽഹിയിൽ ഒരു ചെറിയ അയ്യപ്പ ക്ഷേത്രം പട്ടാളക്കാർ നടത്തണേ, അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായി, ജപത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട്. നല്ല ക്രൗഡായിരുന്നു, മുഴുവൻ ആർമിക്കാരും അവരുടെ ഫാമിലി. അവിടെ പറഞ്ഞു വന്നപ്പോൾ ഉള്ളുന്നൊരു വാചകം ഗുരുവായൂരപ്പൻ എടുത്തിട്ടു. ഞാൻ തന്നെ എന്താ ഞാനീ പറഞ്ഞതെന്ന് തോന്നി. അങ്ങനെ വരും ചില സമയത്ത് നമുക്കില്ലേ. അപ്പം പറഞ്ഞതാണ്, രാമശബ്ദം ബ്രഹ്മശബ്ദമാണ്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. രാമനാമം ബ്രഹ്മനാമമാണ്, ബ്രഹ്മത്തിൻ്റെ ഒരു പര്യായ നാമമാണ് രാമൻ. വസിഷ്ഠ മഹർഷി ദശരഥൻ്റെ പുത്രനായിട്ട് നാരായണൻ ജനിച്ചപ്പോൾ ഈ നാമത്തിനെ അറിഞ്ഞുകൊണ്ടിട്ടതാ. രാമന് മുന്നും രാമനാമുണ്ട്, അത് മനസ്സിലാക്കണം. രാമന് മുന്നേയും രാമനാമമുണ്ട്. ആ രാമനാമം ബ്രഹ്മമാണ്. ഈ ബ്രഹ്മത്തിനെ നമ്മൾ സാക്ഷാത്കരിക്കുമ്പോൾ ഒരു സാന്ദ്രാനന്ദം കിട്ടുന്ന മേൽപ്പത്തൂർ എഴുതി വെച്ചിട്ടുണ്ട്. ആ സാന്ദ്രാനന്ദമാണ് കൃഷ്ണനാമം. ബ്രഹ്മം രാമനാമവും ബ്രഹ്മാനന്ദം കൃഷ്ണനാമമാണ്. രാമനെന്നേ കൃഷ്ണൻ ഉണ്ടാവുള്ളൂ. ബ്രഹ്മമുണ്ടെങ്കിലേ ആനന്ദമുള്ളൂ. ആനന്ദവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഭേദം വിചാരിക്കരുത്. അപ്പോൾ രാമനാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
വൈശിഷ്ട്യം എന്താ വെച്ചാൽ അത് മരണത്തിനെ ഇല്ലാതാക്കുന്ന അമൃതസ്വരൂപം എന്ന് പറയുന്നുണ്ട്. തുളസീദാസിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ബ്രഹ്മാംഭോധി സമുദ്ഭവം കലിമലപ്രധ്വംസനം ച അവ്യയം ശ്രീമൽ ശംഭുമുഖേന്ദു സുന്ദരവരെ സംശോഭിതം സർവദാ സംസാരാമയഭേഷജം സുഖകരം ശ്രീജാനകീ ജീവനം ധന്യാസ്തേ കൃതിന പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ബ്രഹ്മം ആകുന്ന സമുദ്രത്തിൽ, അതാണ് ബ്രഹ്മാംഭോധി സമുദ്ഭവം. ബ്രഹ്മമാകണ സമുദ്രം ഏതാ? വേദമാകണ സമുദ്രം. വേദം തന്നെ ബ്രഹ്മം. ബ്രഹ്മാംഭോധി എന്ന് പറഞ്ഞാൽ വേദക്കടൽ. വേദക്കടലിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായത്, കലികാലത്തെ വിഷത്തിനെ നശിപ്പിക്കുന്നത്, ഒരിക്കലും നാശമില്ലാത്തത്, അവ്യയം എന്ന് പറഞ്ഞാൽ ചിലവാക്കിയാലും ചിലവാവില്ല, എത്ര കൊടുത്താലും പറഞ്ഞാലും തീരില്ല. ഇനിയാണ് ഏറ്റവും രസം. ശ്രീമൽ ശംഭുമുഖേന്ദു സുന്ദരവരെ സംശോഭിതം. മഹാദേവൻ്റെ മുഖത്ത് ശോഭിക്കുന്നതും ഭഗവാൻ സദാ ഉച്ചരിക്കുന്നത് എന്ന് പറയും. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ശിവൻ എന്ന് പറഞ്ഞാൽ സകല ജീവാത്മാക്കളുടെയും പ്രതിനിധിയാണ്. ശിവോഹം എന്ന് നമ്മൾ പറയും. നാരായണോഹം നമ്മൾ പറയില്ല, ശിവോഹം എന്നേ പറയുള്ളൂ. ഞാൻ ശിവനാണ്, ഞാൻ ശിവനാണ്, ഞാൻ ശിവനാണ്. എന്താ ശിവൻ? മംഗളത്തെ കൊണ്ടുവരാൻ. തൽസ്വരൂപം തിരിച്ചറിഞ്ഞാൽ അത് മംഗളകരമായി തീരും. അപ്പോൾ അത് ശിവൻ. അപ്പോൾ ആത്മാവിൽ ഒരു രത്നം പോലെ സദാ ജ്വലിച്ച് നിൽക്കുന്ന ബ്രഹ്മബോധമാണ് ശിവൻ്റെ മുഖത്ത് ജ്വലിച്ച് നിൽക്കുന്ന രാമനാമം എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അല്ലാണ്ട് ജഡാവൽക്കരത്തോടു കൂടിയിട്ട് ഒരാൾ കൈലാസത്തിൽ ഇരുന്നിട്ട് രാമ 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 രാമ, ഇതല്ല. കഥയെന്ന് പുറത്ത് കിടക്കൂ, രൂപങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. നാമം നമുക്ക് പിടിതരില്ല. നാമം പിടിതരണമെങ്കിൽ നാമത്തിൻ്റെ അകത്തുള്ളതിലേക്ക് കയറിപ്പറ്റാൻ പറ്റണം. എങ്ങനെയെങ്കിലും കയറിപ്പറ്റിയേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ മുഖമാകണ ചന്ദ്രനിൽ സദാ വിരാജിക്കുന്നത്, സംസാര രോഗത്തെ നശിപ്പിക്കുന്നത്, അങ്ങനെ നശിപ്പിക്കുന്ന ദിവ്യൌഷധം കഴിക്കാൻ ഭയങ്കര സ്വാദാന്നാണ് പറഞ്ഞത്. അതാണ് പറയണത്. ഈ എന്താ പറയുക, ഈ പിബന്തി, അത് കുടിക്കുക, അങ്ങനെ കഴിക്കാനുള്ള ആ സ്വാദ് മാത്രമല്ല, സീതാദേവിയുടെ ജീവിത സർവസ്വം, അവളുടെ ശ്വാസമാണ് ആ നാമം എന്ന് പറയും. സീത അച്ഛ പ്രകൃതി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രകൃതിയുടെ ശ്വാസം നാമമാണ്. ഇപ്പം മഹാദേവൻ്റെ ഭൂതഗണങ്ങൾ അവർക്ക് നേദ്യമില്ല ശരിക്കും. ഞാൻ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ മോഡിഫൈ ചെയ്യപ്പെട്ട ടെംപ്ലേറ്റ് പൂജാരീതികളല്ല. 14-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിലെ പൂജാരീതികൾ പാടെ മാറിപ്പോയി കഴിഞ്ഞു, നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ആരാധനകൾ പറയാതെ വയ്യ, എവിടെ വേണമെങ്കിലും പറയാം, പ്രമാണത്തോടു കൂടി പറയാം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ വലിയ നാശമാണ് അതുകൊണ്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ 14-ാം നൂറ്റാണ്ടിന് മുൻപ് വരെ ഉണ്ടായിരുന്ന അതാത് ദേവതകൾക്ക് അവരവർക്ക് അറിഞ്ഞ് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് കൊടുക്കുന്ന പൂജാപദ്ധതികളും ആഭരണ പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മഹാദേവൻ്റെ പാർഷദന്മാർക്ക്, ഭൂതഗണങ്ങൾക്ക്, നമ്മൾ സാധാരണ പറയും വിചിത്ര രൂപികൾ, ക്രൂരന്മാർ, പാവങ്ങളാ, സാധുക്കളാ അവർ. ഭൂമണ്ഡലത്തിൽ അവർക്ക് ഭൂസ്പർശമില്ല. അവർ സഞ്ചരിക്കുമ്പോൾ ഭൂസ്പർശമില്ല. അവരുടെ ഭക്ഷണം എന്താ അറിയോ? പഞ്ചാക്ഷര. ക്ഷീണം വന്നാൽ നമശിവായ നമശിവായ നമശിവായ, അപ്പോൾ കുറച്ച് ശക്തി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞു, ചോട്ടാഭീം ലഡ്ഡു കഴിക്കണ മാതിരിയാ. കുറച്ച് ശക്തി ഇല്ലാതെ ഒരു ലഡ്ഡു കഴിക്കും ചോട്ടാഭീം, അപ്പോഴാണ് ചോട്ടാഭീമിന് ശക്തി വരിക. കുട്ടികൾക്കൊക്കെ അറിയാം. ഇതെന്തായാലും കുറച്ച് കുട്ടികളൊക്കെ കേൾക്കും, നാളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പറയുക. അതേമാതിരിയാണ്, ക്ഷീണം വരുമ്പോൾ നാമം ജപിക്കുക, ക്ഷീണം വരിക, നാമം ജപിക്കുക, അപ്പോൾ ശക്തി വരും, വീണ്ടും ഓടും. അങ്ങനെയാണ് ഭൂതഗണങ്ങൾ പ്രവർത്തിക്കുന്നത്. അത്ര മനുഷ്യൻ അങ്ങനെ ആവാൻ സാധിച്ചാലുണ്ടല്ലോ അമരത്വ. അങ്ങനെ ആവാൻ സാധിച്ചാൽ പിന്നെ അമരത്വമാണ്. അപ്പം ശ്രീരാമനാമമാകണ അമൃത് യാതൊരുത്തരും നിരന്തരം പാനം ചെയ്യണോ അങ്ങനെയുള്ള പുണ്യാത്മാക്കൾ ധന്യരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സദാശിവബ്രഹ്മേന്ദ്രൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കീർത്തനുണ്ട്, വിപരേ രാമരസം രസനെ. നാക്കേ കുടിക്കൂ, രാമരസം കുടിക്കൂ എന്നാണ് പറഞ്ഞത്. രാമനെ ചാറാക്കിയിട്ട് ആ നാമത്തിൻ്റെ ചാറെടുത്തിട്ട് കുടിക്കാൻ പറയണത്. അപ്പോൾ വേദത്തിൽ അനവധി വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ മഹാത്മാക്കൾ വേണ്ടും വിധം മനസ്സിലാക്കി പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അനവധി തത്വങ്ങൾ. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ചാറാണ് രാമനാമം. പൊതുവിൽ നാമങ്ങളെല്ലാം ഞാൻ രാമനാമത്തിൽ പിടിച്ച് കയറണമെന്ന് മാത്രം, കാരണം ഏറ്റവും എളുപ്പമുള്ള നാമമാണ് എന്നുള്ളത് പറയാം. ഏറ്റവും എളുപ്പമുള്ള പഠിപ്പിച്ചാലേ വലിയ വലിയ നാമങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അമൃത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ? ദേവന്മാരെ ശക്തിപ്പെടുത്താനും അസുരന്മാർക്ക് ശക്തി ഇല്ലാണ്ടാക്കാൻ കൊടുക്കാത്തത് വഴി, അതായത് കിട്ടാത്തൊരു വസ്തു കിട്ടാതാക്കുന്നത് വഴി അതിൽ ശക്തി ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അമൃതിൻ്റെ കൺസെപ്റ്റ് നിൽക്കുന്നത്. അത് പക്ഷേ ജനിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മരണത്തെ കൊടുക്കാതിരിക്കാൻ മാത്രമേ ഉപയുക്താവുന്നുള്ളൂ. പക്ഷെ നാമാമൃതം അങ്ങനെയല്ല.
നാമാമൃതം അമൃതിനെക്കാട്ടിലും പവറാണെന്നും കൂടെ തുളസീദാസ് ഇതിൽ വെങ്കിന്തരയുടെ പറയുന്നുണ്ട്. കാരണം ഇത് ജീവൻ എന്നുള്ളത് ഇതിലൊരു വിഷയമല്ല, ഇത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, ഇത് ചിലവാകുന്നില്ല. നമ്മളിപ്പോൾ പല ഉപാസനകൾ പഠിക്കുന്നു, നാരായണീയം പഠിച്ചു, വാട്സപ്പിൽ കൂടെ പഠിച്ചു, ഫേസ്ബുക്കിൽ കൂടെ പഠിച്ചു, ഭഗവത്ഗീത പഠിക്കുന്നു, കോഴ്സ് പഠിക്കുന്നു, അത് ചെയ്യണം, അങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സത്ത നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ ശരീരം വിട്ട് അടുത്ത ശരീരത്തിൽ പോകുമ്പോൾ ഈ പഠിച്ചൊക്കെ ഈ ബ്രെയിനിലെ സെല്ലുകൾ നശിച്ച് പട്ടടയിൽ കത്തിത്തീരുന്നോട്ട് അത് കഴിഞ്ഞു. എന്ത് അറിവുണ്ടാക്കിയാലും ഈ സത്ത നമ്മുടെ അകത്തേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഇതിന് ക്യാരി ഓവർ ഇല്ല അടുത്തതിൽ നമുക്കത് ഓർമ്മ വരണം. എത്ര നേരത്തെ ഓർമ്മ വരാൻ പറ്റും അത്രയും നേരത്തെ ഓർമ്മ വരണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വേണം. കാരണം എന്തായാലും നമ്മൾ ജനിക്കും, ഇല്ലാന്നുണ്ടോ? മോക്ഷം ഉറപ്പായിട്ടുള്ള ആൾക്കാരുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ജനിക്കും. അപ്പോൾ ജനിക്കുമ്പോൾ ആദ്യം അമ്മയെ കാണുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ ഓർമ്മ വന്നാൽ അത്രയും നല്ലത്. കാരണം അമ്മ വരുമ്പോൾ പോലും അവിടെ അറ്റാച്ച്മെൻറ്റ് വീണ് കഴിഞ്ഞു. ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് അതാണ്. അവിടെ നിന്നാണ് പിന്നെ എല്ലാ അറ്റാച്ച്മെൻറ്റുകളിലെയും തുടക്കം. പിന്നെ അമ്മയൊക്കെ വലിച്ചു കളയും, അത് വേറെ കാര്യം. അങ്ങനെ പോവും പല പല പുതിയ പുതിയ അറ്റാച്ച്മെൻറ്റുകൾ നമുക്ക് വരുമ്പോൾ. അപ്പോൾ ഈ നാമാമൃതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കെട്ടുപാടുകളെ, വാസനകളെ നശിപ്പിക്കുക. ഈ വാസനകളായിട്ട് ഉണ്ടാക്കുന്ന ആ വാസനകളിൽ നിന്ന് പുറ്റായി മാറി അതിനെ പാപം എന്ന് പറയും. ആ പാപങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാമാമൃതം. നാമാമൃതത്തിന് ഒരു വിഷഹാര സ്വഭാവമുണ്ട് എന്ന് പറയും. നമ്മൾ നീലകണ്ഠൻ എന്നുള്ള നാമം കർമ്മദോഷം മാറ്റാൻ ഏറ്റവും വിശേഷപ്പെട്ട നാമമാണ്. അതിന് യോഗവിദ്യയിൽ പല മെത്തേഡ്സ് ഉണ്ട്. ശരീരത്തിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ ധ്യാനിച്ചിട്ട് ചെല്ലാൻ പറയും, ഇന്ന നിറമുള്ള പുഷ്പം എടുത്തിട്ട് മണത്ത് കളയാൻ പറയും. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ദേഹം ചുട്ടു നീറാൻ തുടങ്ങും വളരെ പെട്ടെന്ന്. അത് നമ്മുടെ കയ്യിലിരിപ്പുകളനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ക്ലേശം വർദ്ധിക്കും. ചിലപ്പോൾ നമ്മൾ ബെഡ് റിഡനായി വരെ പോകാൻ സാധ്യതയുണ്ട് ഒരു കാലഘട്ടത്തിലേക്ക്. അത് അങ്ങനത്തെ നാമങ്ങൾക്ക് അത്ര പവറാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നവാക്ഷരി മന്ത്രം, നാമല്ല, നവാക്ഷരി ഞാൻ 1008 ചെല്ലേണ്ട ദിവസം. ഞാൻ തൊഴുതു. നിങ്ങളിപ്പോഴും ജീവനോട് ഇരിക്കണ്ടല്ലോ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവാക്ഷരിയൊക്കെ അത്ര അഗ്നി സ്വഭാവമുള്ള മന്ത്രമാണ്. അതിൻ്റെ അവസാനം ഒരു വാക്കുണ്ട്, വിച്ചേ എന്ന് പറയും. എന്താ വിച്ചേ? വെട്ടെന്ന്, കട്ട് എന്നാ പറയണത്. അപ്പോൾ എന്തും സൂക്ഷിച്ചിട്ടേ എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നാമം ആവുമ്പോൾ അത്തരം ഭീകരതകൾ നമുക്കില്ല. വേറൊന്നുമല്ല, അത് നമ്മൾക്ക് താങ്ങുന്ന രീതിയിൽ നമ്മുടെ കർമ്മഫലത്തിനെ കുറച്ച് കൊണ്ടുതരും. അതായത് ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ പറഞ്ഞ് ശ്രദ്ധ തിരിച്ചിട്ട് അപ്പുറത്ത് ഇഞ്ചക്ഷൻ കൊടുക്കില്ലേ, അതുപോലെ ആ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു വേദന അത്രയേ ഉണ്ടാവുള്ളൂ. മറ്റേതങ്ങനെയല്ല, വരിക ചോദ്യം പറച്ചിലൊന്നുമില്ല, ഒരൊറ്റ വട്ട നമ്മളായിട്ട് തന്നെയാണത്. അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുക. ഇന്ന് നമ്മുടെ മനുഷ്യ ശരീരം വലിയ വലിയ ശക്തിപാതങ്ങൾക്ക് ഒന്നും പാകല്ല. അത് മനസ്സിലാക്കുക. എല്ലാറ്റിനെയും ആദരവോടെ കാണാൻ പഠിക്കുക. ഒന്നിനെക്കാട്ടിലും വലുതോ ചെറുതോ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാമം ജപിക്കുക എന്നുള്ളത് മാത്രം ചിട്ടയാക്കിയാൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ സംസാരാമയ വേഷജം എന്നൊക്കെ ഇത്രയും ഉറപ്പിച്ചിട്ട് പറയുന്നത്. ഭാഗവതം സപ്താഹങ്ങൾക്ക് പോയിട്ട് നമ്മൾ ഇരിക്കുന്നു. ഇപ്പോൾ കപിലോപദേശം മുഴുവൻ ഇരുന്ന് കേൾക്കും, അല്ലെങ്കിൽ ഭഗവത്ഗീത ഇരുന്ന് പഠിച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ഇതിലൊന്നെങ്കിലും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? ആക്കിയാൽ നമ്മൾ ബാക്കി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മകൻ ഉപദേശിച്ചിട്ട് ദേവഹൂതി അവസാനം പറയുക, അഹോ ബദ ശോഭജോ അഭീകരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം സ്തേഷു തപസ്തേ ജുഹുവ് സസ്നരാര്യ ബ്രഹ്മാനുർചൂർനാമ ഗൃണന്തിയേതേ. ഈ ഒരു ശ്ലോകം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭാഗവതത്തിൽ? നമ്മൾ കപിലോപദേശം മാത്രം ശ്രദ്ധിക്കും. അമ്മ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ്. അല്ലയോ ഭഗവാനെ, നിന്റെ തിരുനാമം ഏതൊരാളുടെ നാക്കിൻ്റെ അറ്റത്ത് കളിയാടുണ്ടോ അവൻ ചണ്ഡാളനാണെങ്കിലും ശ്രേഷ്ഠപുരുഷൻ തന്നെയാണ്. കാരണം നിന്റെ തിരുനാമങ്ങൾ കീർത്തിക്കുന്നവൻ ആ ഒരൊറ്റ കാരണം, നാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ തപസ്, യജ്ഞം, വേദാധ്യയനം തുടങ്ങിയ സകല സൽക്കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞവന് തുല്യമായി തീരും. അവൻ ചെയ്ത് കഴിഞ്ഞിരിക്കണമെന്ന് അമ്മ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മക്കളുടെ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ മനോവിശാലതയുള്ള അമ്മമാർ കുറവായിരിക്കും. അതിന് മക്കളും ഉത്തമന്മാരാവണം. തൻ്റെ ഗർഭപാത്രത്തിൽ ഊറിക്കൂടിയ ജീവൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന ബോധമുള്ള അമ്മമാർ ഉത്തമർ തന്നെയായിരിക്കും, ഒരു സംശയമില്ല. അങ്ങനെയാണ് ദേവഹൂതിയെ സ്വീകരിക്കുന്നത്. ആ അമ്മ പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. കപിലൻ സാഖ്യത്തിൻ്റെ ആചാര്യനാണ്.
ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അമ്മ മനസ്സിലാക്കിയത് നിൻ്റെ നാമം ചെല്ലുന്ന ആൾക്കാർക്ക് വേറെ ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞ് ഇതിൽ പരം വേറെ ഒരു സർട്ടിഫിക്കറ്റിന് നമുക്ക് ആവശ്യമില്ലല്ലോ. ഭാഗവതം മുഴുവൻ, ഭാഗവതം വേദാന്ത ചാറാണെങ്കിലും നാമം 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 തന്നെയാണ് മൊത്തം കൊണ്ടിരിക്കുന്നത്. അപ്പം നരസിംഹപുരാണത്തിൽ പ്രഹ്ലാദൻ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് ചോദിക്കുകയാണ്. ഭാഗവതത്തിലെ പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നരസിംഹപുരാണത്തിൽ വരുമ്പോൾ. രാമനാമ ജപതാം കിമുദാഭയം സർവതാപ ശമനൈകവേഷജം പശ്യതാത മമ ഗാത്രസംഗത പാവഗോപി സലിലായതേധുന. രാമനാമം ജപിക്കുന്നവർക്ക് ഭയം എവിടെ അച്ഛാന്നാണ് ചോദിക്കുന്നത് പ്രഹ്ലാദൻ. അവിടെ രാമനാമം എന്നാണ് പറയണത് പ്രഹ്ലാദൻ. ഈ രാമനാമം എല്ലാവിധ ദുഃഖങ്ങളെയും, അതായത് നമ്മുടെ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം, നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് വരുത്തുന്നത്, മറ്റുള്ളവരുടെ കയ്യിലിരിപ്പുകൊണ്ട് നമുക്ക് കിട്ടുന്നത്, പ്രകൃതി നമുക്ക് ഇട്ട് തരുന്നത്, ഇത് മൂന്നെണ്ണമാണ് ഈ ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്നൊക്കെ പറഞ്ഞിട്ട് കടിച്ചാൽ പൊട്ടാത്ത വാക്കിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സംഭവം. താപത്രയം എന്ന് പറയും. അത് വിനാശം ചെയ്യുന്നവൻ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഈ താപത്രയങ്ങളിൽ നശിപ്പിക്കുന്ന ഒറ്റ മൂല്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛാ, രാമനാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കൂ. ആ രാമനാമം തൊടുമ്പോൾ അത് ജപിക്കുന്ന ശരീരത്തിൽ തീ വന്ന് തൊട്ടാൽ പോലും തണുത്ത വെള്ളം പോലെ ഫീലാവുന്നു. അത്രയും മഹത്താണ് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് അച്ഛന് പറഞ്ഞു കൊടുക്കണം. കൊള്ളക്കാരനായിരുന്നു രത്നാകരൻ. രത്നാകരൻ്റെ അടുത്ത് മരം എന്ന് ജപിപ്പിച്ചിട്ടാണ് അത്ര അല്ലേ. രാമനാമം എല്ലാവർക്കും അറിയാം. രാമനാമത്തിൻ്റെ കഥ എങ്ങനെയാണ് വാൽമീകി മഹർഷി കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോവിലെന്നാണ്. ആ രാമനാമം ജപിച്ചിട്ടാണ് കവിതയുടെ ശാഖയിൽ വാൽമീകിയാകണ കുയിൽ കയറിയിരുന്നത് അല്ലേ. അപ്പോൾ അർത്ഥമറിഞ്ഞിട്ടായിരിക്കുമോ വാൽമീകി ജപിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക? അല്ല. അപ്പോൾ അർത്ഥമറിയാതെ ജപിച്ചാലും അതിനൊരു ശക്തിയുണ്ട്. മകനെ വിളിച്ചിട്ട് അജാമിളൻ നാരായണ എന്ന് വിളിച്ചു, വിളി കേട്ടത് വൈകുണ്ഠത്തു നിന്നാണെന്ന് മാത്രം. അപ്പോൾ ആ വിളിക്കുന്ന വിളിയുടെ പവറാണ്. ഞാൻ പണ്ട് തമാശയ്ക്ക് അമ്മൂമ്മ പാവം വയ്യാതെ എന്തെങ്കിലും അയ്യപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ എന്തിനാ അമ്മൂമ്മ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണേ ചോദിക്കാൻ. അപ്പോൾ അമ്മൂമ്മ തല്ലാൻ വരും എന്നെ. അപ്പം ഞാനെന്ന് ചോദിക്കാം, അമ്മൂമ്മ എല്ലാവർക്കും ഇടാവുന്ന പേരല്ലേ, ആർക്ക് വേണമെങ്കിൽ വിളി കേൾക്കാമല്ലോ. വ്യാസമഹർഷി പുത്രാന്ന് വിളിച്ചു അല്ലേ, പുത്രേതി അല്ലേ, അങ്ങനെയല്ലേ വിളിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ തിരിഞ്ഞു നിന്നിട്ടല്ലേ എന്താ അച്ഛാന്ന് ചോദിച്ചത്. അതിന് കാരണം എന്താ? നാമം എല്ലാവരുടെയും സ്വത്താണ്. അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല. വ്യക്തി എന്നുള്ളൊരു വിഷയമേ ഇല്ലാണ്ടാവുകയാണ് നാമത്തിൽ. നമുക്കൊരാളെ അയാളോട് സ്നേഹം തോന്നിയ കൃഷ്ണ അല്ലെങ്കിൽ രാമ എന്ന് നമുക്ക് വിളിക്കാം, നാരായണ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു നന്ദി വാക്ക് പറയുമ്പോഴും ചീത്ത പറയുമ്പോഴും നമുക്ക് ആ നാമം അവിടെ കൊണ്ടുവരാം. അതോടെ എന്താണ്ടാവുക വെച്ചാൽ നമ്മുടെ ആ വികാരം അവിടെ ശുദ്ധമാവുകയാണ്. നമ്മുടെ വികാരത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ഉപായമാണ് നാമം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒരു കാട്ടാളൻ്റെ കഥയുണ്ട്. വാൽമീകിയുടെ കഥയല്ല. ആ കാട്ടാളൻ ഒരു കൊള്ളക്കാരനായിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്, നിങ്ങൾക്ക് പലർക്കും അറിയുന്നതാണ്. അദ്ദേഹം തൻ്റെ കൂട്ടാളികളുടെ അടുത്ത് നിങ്ങൾ കാട്ടിപ്പോ, നദി മുറിച്ച് കിടക്കുക, അല്ല കാട്ടിപ്പോവുക, യാത്രക്കാരെ കൊള്ളയടിക്കുക, എത്രയും പെട്ടെന്ന് നദി മുറിച്ച് കിടക്കുക, ഒരു പേടിയും വേണ്ട, ഞാൻ പറഞ്ഞ പ്ലാനിനനുസരിച്ച് ചെയ്താൽ നമുക്ക് കാര്യം നടത്തിയെടുക്കാം, പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കൊടുക്കണം സംസ്കൃതത്തിലാണ്. കേട്ടോളൂ. വനേജരാമോ വസുജാഹരാമ നദീം തരാമോ ന ഭയം സ്മരാമ ഇതീയരന്തോ വിപിനേ കിരാത മുക്തിം ഗദാരാമ പദാനുഷംഗാത്. വനേജരാമോ കാട്ടിപ്പോ, വസുജാഹരാമ വസു സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുവാ, കൊള്ളയടിച്ചിട്ട് വാ, നദീം തരാമോ വേഗം നദി കിടക്ക്, ന ഭയം സ്വരാമ ഒരു പേടിയും വേണ്ട, ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 4 പ്രാവശ്യം രാമാന്ന് അറിയാതെ പറഞ്ഞ് മോക്ഷം കിട്ടിയെന്നാണ്. ഇപ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ എന്തിനാ ആചാര്യന്മാർ എഴുതിച്ചിട്ട് നമ്മൾ ഇന്ന് ഉടനെ തന്നെ നമ്മുടെ ഇന്നത്തെ ദുർബുദ്ധി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ചോദിക്കും. അത് നമ്മുടെ വാസനയുടെ കുഴപ്പമാണ്. പാതി വിശ്വാസത്തോട് കൂടിയിട്ട് ചാവാൻ കിടക്കണ നേരത്തെ നാരായണമെന്ന് വിളിച്ചാൽ അജാവണിന് കിട്ടിയ മാതിരി കിട്ടില്ല കേട്ടോ. വളരെ കഷ്ടമാണ്. വിശ്വാസം വളരെ പ്രധാനമാണ്. ഞാൻ തന്നെ പണ്ട് എഴുതിയ വരിക ഒരു ജ്വല്ലറിക്ക്, വിശ്വാസം അതല്ലേ എല്ലാം. നിങ്ങൾക്കൊക്കെ അറിയും, കേട്ടിട്ടുണ്ടാവും. അപ്പം കാട്ടിൽ പോകൂ, കൊള്ളയടിക്കൂ, നദി കടക്കൂ, എൻ്റെ വാക്കുകൾ മറക്കരുതെന്ന് മാത്രം പറഞ്ഞ കൊള്ളക്കാരൻ 4 പ്രാവശ്യം രാമനാമം പറഞ്ഞു. ആ രാമനാമം പറഞ്ഞ് കൊള്ളക്കാരന് കിട്ടുന്നത് എന്താ? മുക്തി കിട്ടി. എങ്ങനെ മുക്തി കിട്ടി? വളരെ സിമ്പിളായിട്ട്
ഞാൻ നിനക്ക് ആരാ കുട്ടി എന്ന് ഹനുമാൻ്റെ അടുത്ത്, ആഞ്ജനേയൻ്റെ അടുത്ത്, ഹനുമാൻകുട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നു ശ്രീരാമസ്വാമി. ഞാൻ നിനക്ക് ആരോടോ, നീ എന്നെ എങ്ങനെയാണ് കാണണേ എന്ന് ചോദിക്കുമ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണിത്. ദേഹബുദ്ധ്യാതുദാസോഹം ജീവബുദ്ധ്യാത്വദംശക ആത്മബുദ്ധ്യാത്വമേവാഹം ഇതിമേ നിശ്ചിതാമതി. ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിച്ചാൽ ഞാൻ നിൻ്റെ ദാസനാണ്, ഞാൻ നിൻ്റെ അടിയാളനാണ്. ഞാൻ ജീവനാണ് എന്ന് വിചാരിച്ചാൽ ഞാൻ നിൻ്റെ അംശമാണ്. ആത്മാവ് വെച്ചിട്ട് ഞാൻ ആലോചിച്ചാൽ ഞാൻ നീ ഒന്ന് തന്നെയാണ്. ഈ അവസ്ഥയിൽ ഞാൻ സദാ സന്തുഷ്ടനായിട്ടിരിക്കണു. എത്ര ഭംഗിയായിട്ട് പറഞ്ഞു നോക്കൂ. ദേഹബുദ്ധ്യാതുദാസോഹം, തമ്മിൽ തല്ലണ്ട, ദ്വൈതാണ്. ദ്വൈതം മാത്രം ശരി, ദ്വൈതം മാത്രം ശരി എന്ന് വിളിച്ചു പറഞ്ഞവർക്കുള്ളതാണത്. ജീവബുദ്ധ്യാത്വദംശക, വിശിഷ്ടാദ്വൈതം രാമാനുജൻ പറഞ്ഞതായി. ആദ്യം മധ്വം പറഞ്ഞതായി, രണ്ടാമത്തെ വരിയിൽ രാമാനുജൻ പറഞ്ഞതായി. അതുകൊണ്ട് അവരും തമ്മിൽ തല്ലണ്ട, ഞങ്ങൾ പറഞ്ഞു മാത്രം ശരി, ഞങ്ങൾ പറഞ്ഞു മാത്രം ശരി. ആത്മബുദ്ധ്യാത്വമേവാഹം ബാദരായണനും പറഞ്ഞു, ഗോവിന്ദ ഭഗവത്പാദനും പറഞ്ഞു, ആചാര്യസ്വാമികളും പറഞ്ഞു, സകല അദ്വൈതാചാര്യന്മാരും പറഞ്ഞു. അദ്വൈതമാണ് പറയണത്, ഞാനും നീ ഒന്നാണ്. വാസ്തവത്തിൽ ഇത് 3 പടവുകളാണ്. ഇതൊക്കെ പടവുകളാണ്. നിമ്പാർക്കം പറഞ്ഞാലും ശരി, വല്ലഭം പറഞ്ഞാലും ശരി, ശുദ്ധൈത ആവട്ടെ, ദ്വൈതാദ്വൈതാവട്ടെ, വിശിഷ്ടാദ്വൈതാവട്ടെ, ദ്വൈതാവട്ടെ, അദ്വൈതാവട്ടെ, ഇതൊക്കെ വെറും പടികളാണ്. ഇത് ഓരോ പടി കയറി നിന്നിട്ട് എൻ്റെ പടി മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുക. എന്നിട്ട് അപ്പുറത്ത് നിൽക്കണവനെ കുത്ത് ഇടിക്കുക, ചീത്ത വിളിക്കുക, കളിയാക്കുക. ഇപ്പം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് പഴയ കാലത്ത് തുടങ്ങിയതാണ്, പക്ഷേ ഇന്നാണ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഹനുമാൻ സ്വാമി അതിനെ മുഴുവൻ സമ്മപ്പിക്കണു. എങ്ങനെ ഹനുമാന് ഈ സ്ഥിരബുദ്ധി കിട്ടി? ഇതിമേ നിശ്ചിതാമതി. എൻ്റെ മനസ്സിങ്ങനെ സുദൃഢമായിട്ടുള്ള അനുഭൂതിയിലാണെന്ന് പറയാൻ മാത്രമുള്ള തിരിച്ചറിവ് എങ്ങനെ കിട്ടി? ഒരു ഇസത്തിലും ഒരു ഫിലോസഫിയിലും പോയിട്ട് തലപ്പെടാണ്ട് ഒട്ടകപ്പക്ഷി അല്ലെങ്കിൽ ഒരു നായ പോയിട്ട് കുടത്തിൻ്റെ ഉള്ളിൽ തലയിട്ട അവസ്ഥയിലാണ് ഇന്നത്തെ പല ഫിലോസഫി ഡിസ്കഷൻസും. കുടം പൊട്ടിക്കാനും പറ്റില്ല, തലോട്ട് പുറത്തെടുക്കാനും പറ്റില്ല. ഹനുമാൻ സ്വാമിക്ക് അത് സംഭവിക്കാൻ എന്തുകൊണ്ടറിയോ? നാമജപം കൊണ്ടാണ്. നാമം ജപിക്കുന്നവന് ഒരിക്കലും ഈ പറയുന്ന പദ്ധതികൾ തമ്മിൽ പോലും ഭേദഭാവം വരില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് അത്രമാത്രമാണ്. അക്ഷരം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ വിളിക്കണം, അല്ലേ? അക്ഷരം, നശിക്കാത്തത്. അമ്മയാണത് നമുക്ക്, അല്ലേ? മാതൃക, ശ്രീമാത്രേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് അക്ഷരത്തിനെയാണ്. ലെറ്റർന്നോ ആൽഫബറ്റെന്നോ പറഞ്ഞാൽ സുഖം കിട്ടില്ല. അക്ഷരം, ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേരാണ് അക്ഷരം. രാമൻ, ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നാരായണൻ, സദാശിവൻ, പരാശക്തി എന്നൊക്കെ പറഞ്ഞ പോലെ ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേരാണ് അക്ഷരം. ഈ വാക്കുകളുടെ ശക്തിയുടെ ഒരു കഥ, ഇത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ. ഒരു ജഡ്ജിയുടെ മുന്നിൽ പണ്ടത്തെ കാലത്താണ് ഒരു കേസ് വന്നു. 2 പേര് എന്നെ ഇവൻ മോശപ്പെട്ട വാക്ക് വിളിച്ചു. എന്താ വാക്ക് വിളിച്ച്? എന്നെ ഇവൻ കണ്ടാമൃഗം എന്ന് വിളിച്ചു, ഇവനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കണ്ടാമൃഗം എന്ന് വിളിച്ചു. നിങ്ങൾ ഇവനെ കണ്ടാമൃഗം എന്ന് വിളിച്ചോ? ആ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ജഡ്ജി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറയാം, കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ്. 2 കൊല്ലം മുമ്പ് ഉണ്ടായതിന് ഇന്നാണോ വിളിക്കാൻ പറയാൻ വെച്ചു? അല്ല, ഇന്നലെ വൈകുന്നേരത്താണ് ഞാൻ യഥാർത്ഥ കണ്ടാമൃഗത്തിനെ കണ്ടത്. അപ്പോഴേ എനിക്ക് ഇപ്പം വിളിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായതെന്ന് പറഞ്ഞു. ഇതാണ് വാക്കിൻ്റെ ശക്തി. അതായത് അതിൽ കൃത്യമായ ഭാവന വരുമ്പോൾ ആ വാക്ക് അങ്ങോട്ട് വടരും. ഗുരുവായൂരപ്പൻ്റെ കയ്യിലിരിക്കണ താമര പോലെയാവും. അതിൽ നിന്നാണ് നമുക്കിത് കിട്ടാനുള്ളത്, ആ സത്ത് കിട്ടാനുള്ളത്. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഭഗവാന്റെ രൂപഭാവങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടത് നാമജപത്തിൽ അതിൻ്റെ പ്രാധാന്യം. നാമം ജപിക്കുമ്പോൾ നാമത്തിൻ്റെ അക്ഷരങ്ങളെ തന്നെയാണ് ആദ്യം നമ്മൾ ചിന്തിച്ചു കൊണ്ട്. അക്ഷരം ഉറച്ച് വരെ 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 താനെ പടിയായിട്ട് ആ അക്ഷരം കൊണ്ട് പ്രതിനിധീകരിക്കുന്ന രൂപത്തിലേക്ക് വരും. ദാമോദര 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 എന്ന് എന്ത് ഒരലിൽ കെട്ടിയ കുട്ടി അറിയാമെന്നുണ്ടെങ്കിലും കാണരുത്, അക്ഷരത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ദാമോദരനെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഒന്നിലും കുടുങ്ങരുത്. ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുടുങ്ങരുത്. ഓരോരുത്തർക്കും തനത് രീതിയിലാണ് ഭഗവാൻ വരിക. ഹീസ് ഗിവിങ് സ്പെഷ്യൽ ദർശനം ടു എവ്രിബഡി. ഞാൻ എപ്പോഴും പറയും, 1 കോടി ആൾക്കാർ ഗുരുവായൂരപ്പ വിളിച്ചാൽ 1 കോടി ആൾക്കാർക്ക് 1 കോടി ഗുരുവായൂരപ്പനുണ്ട്. അതിനെ മുഴുവൻ നമ്മൾ ആരോപിക്കുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ബിംബം മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് അതിൻ്റെ ശക്തി അത് നമുക്ക് പ്രതിഫലിപ്പിച്ചു തരുന്നു. അവിടെ ഭഗവാൻ നമുക്ക് നമ്മളെ കാണിച്ചു തരുന്നു. ഇത് നീ തന്നെയാ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് തത്താവദ്ഭാതി ബ്രഹ്മതത്വം അവിടെ എഴുതി വെക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായത് ഭട്ടതിരിക്ക്. അപ്പം
ഇങ്ങനെ ബ്രഹ്മാനന്ദത്തിൻ്റെ മറ്റൊരു നാമം ആണ് രാമൻ. ആ രാമശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ കൃഷ്ണൻ എന്നാണ്, ആനന്ദം എന്നാണ്. രാമശബ്ദത്തിൻ്റെ ആന്തരികത ഇരിക്കുന്നത് കൃഷ്ണശബ്ദത്തിലാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഉച്ചരിച്ചു കഴിഞ്ഞാൽ, രാം എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു സ്ഥിരത സംഭവിക്കും. കൃഷ്ണ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു ശരിക്കത് അറിഞ്ഞ് ചെല്ലി നോക്കൂ. രാം എന്ന് ചെല്ലിയാൽ നമുക്കൊരു സ്ഥിരത അങ്ങോട്ട് വരും. കൃഷ്ണ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ സകല കയറും പൊട്ടിച്ച് പുറത്തിയാടിയ ഫീലും വരും. വാസ്തവത്തിൽ കയറ് പൊട്ടിച്ച് പുറത്തൊന്നും നമ്മൾ ചാടുന്നില്ല. മോക്ഷത്തിനെക്കുറിച്ച് വളരെ തെറ്റായ ധാരണകളാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ പൊട്ടിച്ച് പുറത്തു പോകാം, നമ്മൾ പരിമിതികളിൽ നിന്ന് പുറത്ത്. നമ്മൾ ഒരു പരിമിതികളിലും ഇല്ല, അല്ലെങ്കിലേ നമ്മൾ സ്വതന്ത്രരാണെന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് മോക്ഷം. നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരല്ലെങ്കിലും പക്ഷെ നമ്മൾ അത് കൂട്ടാക്കുന്നില്ല മനസ്സിലാക്കാൻ. ആ തിരിച്ചറിവ് വന്നാൽ അതിനെ നമ്മൾ, അതുകൊണ്ടാണ് യഥാർത്ഥ മോക്ഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ്. അതാണല്ലോ നമ്മൾ ജീവൻ മുക്തരെന്ന് വിളിക്കുന്നത് മഹാത്മാക്കളെയൊക്കെ. അപ്പം ഇങ്ങനെ ഈ രാമനാമ ജപം അല്ലെങ്കിൽ നാമജപം എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നമുക്ക് തരുന്നത്? എങ്ങനെയാണ് നമുക്കത് ഭഗവാനെ ഉണർത്തണം നമ്മുടെ അകത്ത്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ അത് രണ്ട് അരണികൾ പോലെയാണ്. ഒന്ന് നമ്മുടെ ഹൃദയമാണ് അരണി. ഹൃദയം അവനിരിക്കുന്ന സ്ഥലം എന്ന വാക്കിൻ്റെ അർത്ഥം. അതും ഈ നാമം ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കും. അങ്ങനെ ഉരയ്ക്കുമ്പോൾ ബ്രഹ്മൻ ജ്വലിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇതാണ് അത്ര പ്രോസസ്സ് അതിൻ്റെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് സാക്ഷാത്കാരം കിട്ടണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു നാമത്തിനും, രാമനാമം കൃഷ്ണനാമത്തിനൊക്കെ ആ വൈശിഷ്ട്യം, നാരായണനാമത്തിനൊക്കെ ആ വൈശിഷ്ട്യമുണ്ട്. ഒരേ സമയം അത് സഗുണഭാവമുണ്ട്, നിർഗുണഭാവമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുവരാനുള്ള ഒരു ജംഗ്ഷനാണ്, ഒരു ബ്രിഡ്ജാണ്, ഒരു ഇടനിലയാണ്. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളിൽ കൂടെയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് വരാം. സ്വരൂപമായിട്ട് നമുക്കൊരു സിദ്ധി കിട്ടി, അതിനുശേഷം രൂപമേ ഇല്ലാത്ത നിരാകാരാവസ്ഥയെ പ്രാപിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് യാതൊരു സംശയമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ആചാര്യന്മാർ ചിലർ രാമശബ്ദത്തിൽ ഈ സഗുണമായിട്ടുള്ള ഈശ്വരൻ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്, നിർഗുണമായിട്ടുള്ള ഈശ്വരൻ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാറുണ്ട് ആത്മാരാമൻ തന്നെയാണ് ദശരഥരാമനായിട്ട് ജനിച്ചത്. ഈ ആത്മാരാമൻ ദശരഥരാമനായിട്ട് ജനിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വാസ്തവത്തിൽ ഈ നാമമാണ് നമ്മുടെ യഥാർത്ഥ അടിസ്ഥാന നാമം. നമുക്ക് ആരെന്തു പേരിട്ടാലും, നമ്മുടെ പേരുകൾ പുരുഷനോ സ്ത്രീ എന്നുള്ള ലിംഗവ്യത്യാസം അനുസരിച്ച് എന്തൊക്കെ പേര് വീട്ടുകാരിട്ടുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാന നാമം എന്ന് പറയുന്നത് നാരായണനോ രാമനോ കൃഷ്ണനോ ഒക്കെ തന്നെയാണ് നമ്മുടെ അടിസ്ഥാന നാമം. ആ ബ്രഹ്മവാചിയായിട്ട് എന്തൊരു ശബ്ദമുണ്ടോ ആ ശബ്ദം തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഉച്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ 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 എന്നുള്ള സ്വാദ്, ആ അടുപ്പം നമുക്ക് കിട്ടാൻ കാരണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ചെയ്യുന്ന പ്രവർത്തികളിൽ, ചെയ്യുന്ന എന്തൊക്കെ യജ്ഞങ്ങളുണ്ടോ ആ യജ്ഞങ്ങളിലൊക്കെ ജപമാണ് ഞാൻ എന്ന് വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി. കാരണം എന്താ വെച്ചാൽ അവനവനെ അഭിസംബോധന ചെയ്യുകയും അവനവനെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ യജ്ഞം. ഭഗവാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാമജപം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയൊക്കെ അലച്ചിൽ നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അലച്ചിലാണ് നിൽക്കേണ്ടത്. അത് പല പല ചിന്തകളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ റോക്കറ്റ് പോണ മാതിരി വിക്ഷേപം, അലച്ചിലൊക്കെ നിൽക്കും, മനസ്സ് ഏകാഗ്രമാവും, ശുദ്ധമാകും, ബുദ്ധി പ്രകാശിക്കും, ഹൃദയം വിശാലമാകും. ഹൃദയം വിശാലാകും ഭക്തിയിൽ വരേണ്ട ലക്ഷണമാണ്. നമ്മുടെ മനസ്സ് സങ്കുചിതമാണ്, മറ്റൊരാളെ സഹിക്കാൻ പറ്റുന്നില്ല, മറ്റൊരുത്തൻ്റെ രീതി സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. വേറൊരാളുടെ ഭക്തി മോശമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കാൻ നമ്മൾ അതിലും മോശത്തിലാണെന്ന്. ഹൃദയവിശാലതയാണ് ഭക്തൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മളെ കാരണം ഹൃദയം അവനിരിക്കുന്ന സ്ഥലം ഹൃദയമാകുമ്പോൾ അവൻ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുകയല്ല. അപ്പോൾ ഹൃദയം അത്രയും വലുതാവണ്ടേ? ആ വിശാലത നമുക്ക് സങ്കല്പിക്കണം. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഉത്സാഹം വർദ്ധിക്കും. നമ്മുടെ ഉത്സാഹം കാഴ്ച മാത്രം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഉത്സാഹമായി മാറും. ഇപ്പം മഹാഗുരുക്കന്മാരെ വെറുതെ കണ്ടാൽ മതി, നമുക്ക് ഉത്സാഹമായി. വീട്ടിൽ ചെന്ന് 4 നാമം ചോദിക്കണം എന്ന് നമുക്ക് തോന്നും. 2 ദിവസം കഴിഞ്ഞാൽ മറക്കും, അത് വേറെ കാര്യം, എന്നാലും തോന്നും. അപ്പോൾ ജപിക്കാൻ, ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു നാമം തിരഞ്ഞെടുക്കുക, അതിൽ വൃത്തിയായിട്ട് പിടിക്കുക. ശരീരത്തിന് ചൂടുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ജപിച്ച് നോക്കണം കുറച്ച് ദിവസം, ശരീരത്തിൽ താപം ഉണ്ടാക്കുന്നുണ്ടോ. ചില നാമങ്ങൾ പൂർവ്വവാസന കൊണ്ടാണ്, കയ്യിലിരിപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചില നാമങ്ങൾ വർക്കാവില്ല. ചിലർക്ക് വർക്കാവില്ല എന്നല്ല, സമയമെടുക്കും. വർക്കായാൽ തന്നെ അത് മന്ത്രം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ താപത്തിൻ്റെ കാര്യം. ശരീരത്തിൽ പെട്ടെന്ന് ചൂടുകുരു പൊന്തുക, അല്ലെങ്കിൽ കോപം വർദ്ധിക്കുക, അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരിക, ചിലപ്പോൾ ഉറക്കം കിട്ടാണ്ട് വരും, ഇൻസോംനിയ വരും.
നന്നായി ഉറങ്ങിയിരുന്ന ആൾക്കൊരു ഉറക്കം പോകും. അപ്പോൾ ആൾക്കാർ ഒരിക്കോ ഞാൻ ഈ നാമം ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നമൊക്കെ വന്നപ്പെട്ട് എല്ലാം നിർത്തും. വാസ്തവത്തിൽ നമ്മുടെ കർമ്മം കത്തണയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്നാലും ശ്രദ്ധിക്കണം. നമ്മളെ ആ ഇപ്പോൾ നാമം മന്ത്രോപദേശമായിട്ടൊരു ഗുരുനാഥൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പോയിട്ട് പറയണം എനിക്ക് ചെല്ലും ഇങ്ങനെയുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാം പോകാൻ വഴി പറഞ്ഞു തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യം ചെയ്യണം, ജപിച്ച് കുടിക്കാനൊക്കെ പറയും. അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്, അത് പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് ഒന്ന് എത്തി നോക്കി പോകണമെന്നേ ഉള്ളൂ. എന്താണെങ്കിലും അഷ്ടാംഗയോഗം കൊണ്ട് നിങ്ങൾക്ക് യമനിയമാദികൾ കൊണ്ട് ധാരണ സമാധി വരെ കിട്ടേണ്ടതൊക്കെ നിങ്ങൾക്ക് നാമജപം കൊണ്ട് കിട്ടുന്ന ഇതാ ഈ സന്നിധാനത്തിൽ ഇരുന്നിട്ട് പറയാം ഉറപ്പിച്ചിട്ട്. അപ്പം എന്താ പറയുക, ഇപ്പോൾ പത്മപുരാണത്തിലൊക്കെ വിശേഷമായിട്ട് ഭഗവൻ നാമ മഹിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം തന്നെയുണ്ട്. അതിൽ രാമനാമത്തിനെ വിശിഷ്യ പറയുന്നത് രാമനാമ പരബ്രഹ്മം സർവ്വവേദാധികം മഹത്വം, വേദത്തിനെക്കാട്ടിലും മഹത്താണ് രാമനാമം എന്നൊക്കെ പത്മപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. ആ രാമനാമത്തിൻ്റെ മാഹാത്മ്യമാണ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു വ്യക്തി ത്യാഗരാജസ്വാമികളായിരുന്നു. 96 കോടി 17 വയസ്സിൽ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വീടിൻ്റെ കോലായിൽ വന്നിരുന്നിട്ട് ജപിക്കാൻ തുടങ്ങും. ആകാശം നോക്കിയിട്ട് മധ്യാഹ്ന സൂര്യനെ നോക്കിയിട്ട് ചിലപ്പോൾ കിടന്നിട്ടായിരിക്കും, ചിലപ്പോൾ ഇരുന്നിട്ടായിരിക്കും. 96 കോടി കഴിയുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് 3 മക്കളൊക്കെ ആയി കഴിഞ്ഞു. 17 വയസ്സ് തുടങ്ങിയതാണ്. ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അങ്ങനെ മുടക്കാതെ ചെയ്ത് അവസാനം ഭഗവാന്റെ സാക്ഷാത്കാരം അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ത്യാഗരാജൻ്റെ ഒരു കീർത്തനം വെറുതെ ഇന്ന് ചൊല്ലിയാൽ പോലും ആ രാമനാമത്തിൻ്റെ പവറാണ് അതിൻ്റെ സാഹിത്യ ഭംഗിയെക്കാട്ടിലും പവറായിട്ടുള്ളത്. അദ്ദേഹത്തിന് രാമനാമത്തിൽ കവിഞ്ഞിട്ട് വേറെ ഒരു ധനം വേറെ ഉണ്ടായിരുന്നില്ല. ശരഭോജി രാജാവ് അദ്ദേഹത്തിന് ഒരുപാട് സ്വർണം കൊടുത്തയച്ചപ്പോൾ അദ്ദേഹം ഉറക്കെ പാടി അത്ര നിധിജാല സുഖമാന്ന് ചോദിച്ചു. അത്ര പ്രസിദ്ധമായിട്ടുള്ള അല്ലേ ഗാനല്ലേ. അവർ ചോദിക്കുകയാണ്, രാമ പറയൂ, ഭൗതികമായിട്ടുള്ള സമ്പത്ത് നിൻ്റെ പാദസേവയിൽ നിന്നും കിട്ടുന്ന സുഖത്തിനെക്കാട്ടിലും അധികം സുഖം തരുമോ? നിധിജാല സുഖമാ ഇത് എന്നാ ചോദിച്ചത്. ഇന്നിപ്പോൾ നിധിജാല സുഖമാന്ന് പാടിയിട്ട് പോണ ആൾ 10,000 പോരാ എനിക്ക് 50,000 വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോണ കാലമാണ്. അല്ലെങ്കിൽ രാമനേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പാടുന്നൊരു മഹാനുണ്ട്, കൃഷ്ണനാമം പേരായിട്ടുള്ള ഒരാളുണ്ട്. അയാൾ വലിയ പാട്ടുകാരനൊക്കെയാണ്. ഇവിടെ വന്നിട്ട് വളഞ്ഞു കുത്തി നിന്ന് ഗുരുവായൂരപ്പനെ തൊഴണയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പുറത്തു പോയിട്ട് പറയും ഈശ്വരനൊക്കെ വെറും ഒരു നോൺസെൻസിക്കൽ കൺസെപ്റ്റാണ്, ധർമ്മം മോശമാണ്, സനാതന ധർമ്മം നശിക്കേണ്ടതാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാലും കച്ചേരിക്ക് വന്നിരുന്നിട്ട് നിധിച്ചാല സുഖമാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തോരോ മഹാനുഭാവരെന്നൊക്കെ പാടുന്നുണ്ട്, കാശ് മേടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവർ പറയണ കേട്ടിട്ട് ആൾക്കാരിന്ന് ശ്രീരാമനെ മനസ്സിലാക്കണം. ഞാൻ ആലോചിക്കുക, നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിരണ്യകശിപുക്കൾ രാമനാമം ചോദിച്ചിട്ടുള്ളത്. കാരണം രാമൻ 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 പറഞ്ഞ സകല ഡിസ്കഷൻ എല്ലായിടത്തും രാമനാമമാണ്. രാമനാമം ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു മാസം അല്ലേ. എല്ലാവർക്കും സ്വർഗ്ഗം ഉറപ്പാണ്, എല്ലാവർക്കും മോക്ഷം കിട്ടും, നല്ല നല്ല തലമുറകളുണ്ടാവും. കാരണം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഭഗവാൻ ഇത്രയും ഭഗവാന്റെ നാമം പറഞ്ഞ് മോശം പറയിപ്പിക്കണം എന്തിനറിയോ? അടുത്ത ഒരു തലമുറ ഉണ്ടാവാനിരിക്കുന്നുണ്ട്, ഇവരൊക്കെ തന്നെ ജനിക്കും ഭക്തരായിട്ട്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലീനിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈശ്വരൻ എപ്പോഴും മനുഷ്യർക്ക് ബോധം കെട്ടിരിക്കുന്ന സമയത്ത് എന്ത് വെച്ച് കഴിഞ്ഞാൽ അവരിയ്ക്കണ ആ കട്ടിലിൻ്റെ അടിയിൽ തീയിടും. ഇപ്പം തീയിട്ടുകൊണ്ടിരിക്കുക, ചിലരൊക്കെ ചാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എണീറ്റിനൊരു ഓട്ടമുണ്ട്, അത് വരാണ്ടിരിക്കണേ ഉള്ളൂ. അതിപ്പോൾ വരും, വൈകാണ്ടുണ്ടാവും. അപ്പോൾ നാമം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, നാമം കൊണ്ടാണ് റെക്ടിഫിക്കേഷൻ നടക്കേണ്ടത്. മീരാബായി പറയണു, പായോജി മേനെ രാമരത്തന് ധനു പായോ എന്നാണ് പാടിയത്. പായോജി മേനെ കേട്ടിട്ടുണ്ടാവും, പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണ്. എന്താ എനിക്ക് കിട്ടി? രാമൻ എന്ന് പറഞ്ഞ രത്നത്തെ, രാമനാമം എന്ന് പറഞ്ഞ രത്നം എനിക്ക് കിട്ടി എന്ന് ആരാ പറയണത്? കൃഷ്ണഭക്തിയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന മീരയാണ് പറയണത്. അതുകൊണ്ട് രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് രാമനാമൻ 2ാം കടയാണ്. രാമൻ എന്നുള്ള നാമം ശരിക്കും അതിൻ്റെ അർത്ഥമല്ല, കൃഷ്ണൻ്റെ പേരാണ് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞ മണ്ടത്തരങ്ങളൊന്നും വെട്ടി വിഴുങ്ങല്ലേ ഇനി ദയവ് ചെയ്തിട്ട്. മറക്കരുത്, മഹാത്മാക്കൾ ഇരുന്ന ഭൂമിയാണ് ഗുരുവായൂർ. ഇവിടെ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കരുത്. അപ്പം ഈശ്വരചിന്ത മനസ്സിലും ശരീരത്തിലും സമരസത്തെയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാണ്ട് വിഭാഗീയതയല്ല ഉണ്ടാക്കേണ്ടത്. സമരസത്തെയാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാറ്റിനെയും സമമായി കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ സ്വാമി എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വിളിക്കുന്ന എല്ലാ സ്വാമിയല്ല. ഭഗവാൻ സ്വാമിയാവുന്നത് എന്തുകൊണ്ടാണ്? സന്യാസി ശ്രേഷ്ഠന്മാർ സ്വാമിയാവുന്നത് എന്തുകൊണ്ടാണ്? മഹാഗുരുക്കന്മാർ സ്വാമിയാവുന്നത് എന്തുകൊണ്ടാണ്? ഋഷീശ്വരന്മാർ സ്വാമിയാവുന്നത് എന്തുകൊണ്ടാണ്? സമദർശിത്വം, സമ്യക് ദൃഷ്ടി, അതന്നെയാണ് സുദർശനം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വള്ളിയൂർ സന്താനഗോപാലത്തിൽ പറഞ്ഞു, ഭഗവാൻ അന്ധകാരത്തിൽ സുദർശനങ്ങൾ എടുത്തിടുമ്പോഴാണ് അർജുനന് പിന്നെ വഴി കാണുന്നത്, കുതിരകൾക്ക് പോലും കാണുന്നില്ല. ധ്യാനത്തിൻ്റെ ആദ്യത്തെ അവസ്ഥയിൽ നമുക്ക് ഇരുട്ടാ കാണുക എന്ന് പറയും. അത് കഴിഞ്ഞ് വരുമ്പോഴുള്ള സമ്യക് ദർശനം, എല്ലാം സമമായി കാണാനുള്ള നമ്മുടെ നിരന്തരാഭ്യാസം കൊണ്ടാണ് നമ്മൾ പിന്നെ വൈകുണ്ഠത്തിലേക്കുള്ള പാത കാണുന്നത്. അങ്ങനെയാണ് വൈകുണ്ഠം അറ്റൈൻ ചെയ്യുന്നത്. വൈകുണ്ഠം വെച്ചാൽ ബ്രഹ്മാവസ്ഥ തന്നെയാണ് അത് കിട്ടുന്നത്. കഥ മാത്രം വിഴുങ്ങിക്കൊണ്ടിരുന്ന
അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കുട്ടികളെ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാനുള്ളൊരു കഥ മാത്രമായിട്ട് അത് അതപ്പതിക്കും. അപ്പം ഈശ്വരചിന്ത മനസ്സിലും ശരീരത്തിലും സമരസത്വം ഉണ്ടാക്കേണ്ടത്. ഓരോ തവണ നാമം ജപിക്കുമ്പോഴും നമുക്ക് കൂടുതൽ ശുദ്ധി വരുന്നു എന്ന് വെറുതെ ആരോ പറഞ്ഞു എന്ന് കേട്ടുവിട്ടാൽ പോരാ. ശുദ്ധി വന്നു, എനിക്കിതാ ശുദ്ധി വരുന്നു, ഞാൻ ഓരോ നമ്മൾ ഏത് സോപ്പും ഷാമ്പു ഇട്ട് ഉരച്ച് കഴുകണേനെക്കാട്ടിലും ഫേഷ്യൽ ക്ലെൻസർ ഇടണേനെക്കാട്ടിലും ഞാൻ ശുദ്ധനായി എന്ന് ഓരോ തവണ ജപിക്കുമ്പോഴും നമ്മളിങ്ങനെ അകത്തൊക്കെ അടിച്ചടിച്ച് കൊടുക്കണം. നാമം പുറത്തേക്കല്ല ജപിക്കേണ്ടത്, അകത്തേക്ക് കൊടുക്കണം. അകത്തൊരു സ്വർണ്ണപാത്രം ഹൃദയത്തിൽ വെച്ചിട്ട് എന്നാ പിടിച്ചോ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അത് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയത്തിൽ. അങ്ങനെ ജപിക്കുമ്പോഴാണ് നമ്മുടെ ആത്മശക്തി ജ്വലിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ശരീരം പ്രകാശമാനമായി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ സമയത്ത് ആ ശുദ്ധി കൈവരുന്നു എന്നുള്ള ഭാവന, ആ സങ്കല്പം വളരെ പ്രധാനമാണ്. ജപത്തിൻ്റെ ഫലം ഇപ്പൊന്നും പെട്ടെന്ന് അറിയില്ല, ചെറിയ മാറ്റങ്ങൾ അറിയുള്ളൂ. ചിലപ്പോൾ ദേഹത്തിൻ്റെ എരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു തണുപ്പൊക്കെ വരും, അത് നമുക്കറിയും. എന്നാലും അതിൻ്റെ യഥാർത്ഥ ഫലം കുറേയേറെ വർഷങ്ങൾ കടക്കുമ്പോഴാണ് ശരിക്കും നിഷ്ഠയോടെ നമ്മൾ ചെയ്യുമ്പോൾ ആ പവിത്രമായിട്ടുള്ള ഭഗവാന്റെ പേര്, പവിത്രമായിട്ടുള്ള ആ മന്ത്രം നിങ്ങളെ ശുദ്ധീകരിച്ച് ഭഗവത് സ്വരൂപം തന്നെ ആക്കിയിട്ട് മാറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധന അനുഷ്ഠിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാധന, ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ള സാധന എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും. ആരും പറഞ്ഞു തരേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നാമ ഉപായമല്ല, ഉപായമാണ്. നാമം ഭഗവാന്റെ പേര് എന്ന് പറഞ്ഞ് കാണരുത്, അത് ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് കാണുക. അത് ദിവ്യമാണ്. ദിവ്യം വെച്ചാൽ ഡിവൈൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം, അതിൻ്റെ രൂപം. പ്രകാശം എന്തോ അതാണത്. എന്താണോ വെളിച്ചം, എന്താണോ അറിവില്ലായ്മയെ മാറ്റണത് അത്. അങ്ങനെ ആ സർവശ്രേയസ്സും എന്തൊക്കെ ക്ഷേമം, യോഗക്ഷേമം ഉണ്ടാക്കുന്നത് നാമം തന്നെയാണ് മനസ്സിലാക്കുക. ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ ഭഗവാൻ ഇവിടെ ഉണ്ട്. നാരായണ എന്ന് വിളിച്ചാൽ ഭഗവാൻ ഇവിടെ ഉണ്ട്. ആ ഭഗവാൻ നമ്മുടെ അകത്തന്നെ ഉണ്ട്. അത് നമ്മുടെ ഓരോ രോമകൂപത്തിലും ഓരോ അണുവിലും സ്ഫുരിച്ച് നിൽക്കണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ നാമജപം കൊണ്ട്. അല്ലാണ്ട് അലക്ഷ്യമായിട്ട് ഞാൻ കാറ് പോകുമ്പോൾ ജപിക്കാറുണ്ട്, ഞാൻ എന്താ പറയുക അടുക്കളപ്പണി ചെയ്യുമ്പോൾ ജപിക്കുക. ആ ജപിക്കുമ്പോഴും അത് ഭഗവാന് വേണ്ടിയിട്ടത് ചെയ്യണമെന്നുള്ള അർപ്പണഭാവത്തോടു കൂടി ജപം കൂടെ ചെയ്യുമ്പോണ്ടല്ലോ തപസ് വളരെയധികമായി തീരും. തപസ്സാവുമ്പോൾ എന്താവും? താപം ഉണ്ടാവും. താപം ചൂടാവും. ആ ചൂട് നമ്മുടെ കർമ്മത്തെ കത്തിക്കുക എന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് അഗ്നി വന്ന് നമ്മളെ നക്കുമല്ലോ. ആ നക്കുമ്പോൾ എനിക്കൊന്നുമില്ലല്ലോ ഇതിൽ നക്കിയെടുക്കാനെന്ന് തോന്നണം, എനിക്കിതിൽ ശുദ്ധീകരിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധന. അപ്പോൾ അങ്ങനെ ഏത് ദൈവിക സംഗീതത്തിനെക്കാട്ടിലും, ഏത് ഈശ്വരധ്യാനത്തിനെക്കാട്ടിലും, എന്തിനെ ബ്രഹ്മാനന്ദത്തെക്കാട്ടിലും ഉയർന്നിട്ടുള്ള ഒരു നാമജപത്തിൻ്റെ രീതി ഉണ്ട് അത്ര, ലയം വരണത്. അത് നമ്മളിപ്പോൾ നടത്തി ചെയ്തു. സ്വാമിജിയുടെ നേതൃത്വത്തിൽ കൂട്ടായിട്ട് നാമം ജപിക്കുക. പറഞ്ഞ് ജപിക്കാതെ സ്വാമിജി ചെല്ലുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പിടിച്ച് ചെല്ലിയാൽ അതുണ്ടാക്കുന്ന കമ്പനുണ്ടല്ലോ. ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കറങ്ങിയിട്ട് വരും. ഞാൻ വിവിനോട് പറയുന്നത്, ഉണ്ണിയെ കാണാനില്ലല്ലോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. അവിടെ കയറി ഉടനെ കണ്ടു ഗുരുവായൂരപ്പ. അത്രയ്ക്ക് ചൈതന്യമാണ് ഈ ഭൂമിയിൽ, അത്രയ്ക്ക് ചൈതന്യമാണ്. കാരണം നിങ്ങൾ ജപിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന് മുമ്പുള്ളവർ ഇവിടെ ഇരുന്ന് ജപിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. മഹാപുരുഷന്മാർ ജപിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അതാണ് നാമത്തിൻ്റെ പവർ. പിന്നാൾ കൂടെ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് അഭയദാശ്രമത്തിലൊരു രാധാദേവി ഉണ്ട്, അതിസുന്ദരിയാണ്, ഉണ്ണിയാണ്. ഉണ്ണിക്ക് ഇങ്ങനെ എപ്പോഴും കാണണം പറഞ്ഞിട്ട് നേരെ മുന്നിലാണ് വെച്ചിരിക്കുന്നത് മാർബിളിൽ. ആ അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ താഴെ എത്രയോ കോടി നാമത്തിൻ്റെ കടലാസുകൾ, ലിഖിതനാമത്തിൻ്റെ കടലാസുകൾ ഇട്ടിട്ട് അത് അടിത്തറയാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എത്ര മഹത്തായ പ്രതിഷ്ഠയെന്ന് ആലോചിച്ച് നോക്കൂ. രാധ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആഹ്ലാദമാണ്, ഭഗവാന്റെ ബ്രഹ്മാനന്ദം. ഭഗവാൻ അനുഭവിക്കുന്ന, കൃഷ്ണൻ അനുഭവിച്ച എന്തൊരു ബ്രഹ്മാനന്ദമാണോ ആ ബ്രഹ്മാനന്ദമാണ് രാധ. അങ്ങനെയാണ് രാധയെ മനസ്സിലാക്കേണ്ടത്. ആ രാധ നിൽക്കുന്നത് ആ നാമത്തിൻ്റെ മുകളിലാണ്. അപ്പം രാധയുടെ നാമത്തിൻ്റെ കഥകളൊക്കെ ഉണ്ട്. കൃഷ്ണൻ്റെ നാമം ജപിച്ചുകൊണ്ട് സദാ ഒരു മയിൽ ജപിച്ചുകൊണ്ടിരുന്നതും കൃഷ്ണൻ ഒരു ദിവസം പോലും ദ്വാരകയിൽ തിരിഞ്ഞു നോക്കിയില്ല അത്രേ. അപ്പോൾ ആ മയിലിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു അത്ര, നീ ബർസാനെ പോയിട്ട് രാധയുടെ നാമം ജപിക്ക്, നിനക്ക് രാധ വേഗം പ്രസാദിക്കും പറഞ്ഞപ്പോൾ മയിൽ അവിടെ വരെ പറന്നു പോയിട്ട് ബർസാനിൽ ചെന്നിരുന്നിട്ട് ഏതോ ഒരു തിട്ടിൽ ചെന്നിരുന്നിട്ട് രാധേ 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 എന്ന് പറഞ്ഞ ഉടനെ തന്നെ രാധ കേട്ടിട്ട് ഓടി വരിക അത്രേ. പക്ഷെ രാധയുടെ വളകിലൊക്കെ അടുത്തൊക്കെ വരുമ്പോഴേക്കും ഒരു കൈ വന്ന് തൊട്ടു അത്ര, നോക്കുമ്പോൾ കൃഷ്ണനാന്ന്. ഞാൻ ഇത്ര വിളിച്ചിട്ടും അങ്ങ് വന്നില്ലല്ലോ, പക്ഷെ രാധയുടെ പേര് വിളിച്ചപ്പോൾ അവളുടെ പേര് വിളിക്കാനായിട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഭഗവാന്റെ ആനന്ദമായതുകൊണ്ടാണ്.
ഭഗവാൻ നുകരുന്നത് അതായത് കൊണ്ടാണ് വന്നതെന്ന്. അപ്പോൾ അതൊരു രാധാനാമത്തിൻ്റെ മഹത്വം, അതും പറയാൻ ഗുരുവായൂരപ്പൻ ഓർമ്മിപ്പിച്ചു. അപ്പോൾ എന്താണെങ്കിലും തിരുനാമജപം മനസ്സിനെ ശുദ്ധമാക്കണു. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളെയും ഫലം കൊണ്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് അറിഞ്ഞ് ഉച്ചരിക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഭഗവാന്റെ പേരുള്ള എത്ര മഹാഭാവികളുണ്ട് ഈ ലോകത്തിൽ. അവരെക്കുറിച്ചൊക്കെ നമ്മൾ ന്യൂസിലും അതിലും ഇതിലും 24 മണിക്കൂറും ചർച്ച ചെയ്യുമ്പോഴും ആ നാമം പറയുന്നത് കൊണ്ടുള്ളൊരു ഗുണമുണ്ട്, അതാരും ചിന്തിക്കുന്നില്ല. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഭംഗി. രക്ഷപ്പെടാൻ എല്ലാവർക്കും അവസരമുണ്ട്. ഒരു നദി, അതിൻ്റെ അടുത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുന്ന 2 ആൾക്കാർ, ഒരുത്തൻ കൊടും ക്രൂരൻ, ഒരുത്തൻ മഹാശുദ്ധൻ. ശുദ്ധനോട് പറയണം നീ കുടിച്ചോ, ക്രൂരനോട് നീ വെള്ളം കുടിക്കരുത് എന്ന് നദി പറയുമോ? നദി പറയില്ല. പ്രകൃതി പറയില്ല, ഭഗവാൻ പറയില്ല. നമ്മൾ പലപ്പോഴും ചോദിക്കും, ഓ ഭഗവാൻ എന്തിനാ അവനെ ഇങ്ങനെ വളർത്തണത് ഈശ്വര? ഭഗവാൻ അത് പറയാൻ സാധിക്കില്ല. ഒരുത്തന് ഒരു ശിക്ഷ കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അവൻ പാഠം പഠിക്കണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാൻ അവന് ശിക്ഷ കൊടുത്താണെന്ന് നമ്മൾ പറയരുത്. ഭഗവാൻ നിരപരാധിയാണ്, ഭഗവാൻ അത് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാൻ എല്ലാവരുടെയും പിതാവും മാതാവുമാണ്. അവൻ്റെ കർമ്മഫലം തന്നെയാണ് കാലം വരുമ്പോൾ അവനെ അടിക്കുന്നത്. ഭഗവാനോട് ദ്രോഹം ചെയ്യുന്നവന് പോലും ഭഗവാനല്ല ശിക്ഷിക്കുന്നത്. അത് ചെയ്തതിൻ്റെ കർമ്മദോഷം, അവൻ്റെ ഗ്രഹബലം, അവൻ്റെ പൂർവ്വപുണ്യം നശിക്കുമ്പോൾ തകരും. അപ്പോൾ അവൻ അടി വീഴും. അപ്പോൾ നമ്മൾ പറയും, ആ പണ്ട് ഇവിടെ എന്തൊക്കെ അധികാരം കാണിച്ച് നടന്നതാ, അപ്പം എങ്ങനെയാണ് കിടക്കണം കണ്ടില്ലേ, കടപ്പായി, കുടുംബം തന്നെ ചിഹ്നായി എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ കർമ്മഫലം എന്നുള്ളതിനെ മറികടന്ന് ഭഗവാൻ പോലും ഒന്നും ചെയ്യില്ല. തൻ്റെ കർമ്മഫലം അനുഭവിക്കാനാണല്ലോ ഭഗവാൻ അവസാനത്തെ പ്രളയം, തൻ്റെ ശരീരം വിടുന്ന വരെയുള്ള ഭാഗങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. തൻ്റെ കർമ്മഫലമല്ലേ ഭഗവാൻ അനുഭവിക്കുന്നത്. അത് അദ്ദേഹം തനിക്ക് മാത്രം എക്സെപ്ഷൻ, താനുണ്ടാക്കിയ റൂൾസ് നിന്ന് തനിക്ക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത ഭഗവാനല്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഏറ്റവും ലഘുവായിട്ടുള്ള എന്നാൽ ഏറ്റവും മഹത്തായിട്ടുള്ള മാർഗം നാമജപം. ശ്രീരാമസ്വാമിയുടെ തന്നെ ഒരു സ്വാമിജി എത്ര മിനിറ്റ് കൂടെ പറയാം? 1 മണിക്കൂർ അത്രയും. ഇനി എപ്പോഴാണ് നിർത്തണ്ടേ? 11:30 നിർത്തണം. 5 മിനിറ്റ് നിർത്താം. ഒരു കഥ കൂടിയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, സീത അന്വേഷിച്ച് പോകുന്ന കാലത്ത് ശ്രീരാമസ്വാമി ഒരു പാറപ്പുറത്തിരിക്കുക അത്രേ. എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാക്ക പുഴയിലെ വെള്ളത്തിൽ, പമ്പാ സരസ്, നമ്മുടെ പമ്പാ നദിയല്ല, ശബരിമലയിലെ പമ്പാ നദിയല്ല, പമ്പാ സരസ് തടാക, ഹംപിയിലത്. കേരളത്തിലേക്ക് ശ്രീരാമൻ കടന്നിട്ടേ ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ തടാകത്തിൻ്റെ തീരത്തിരിക്കുമ്പോൾ ഈ തടാകത്തിൽ ഇങ്ങനെ കൊത്താൻ പോകുത്ര കാക്ക, വെള്ളം കുടിക്കാൻ നോക്കുകയാണ്. പക്ഷെ തലവലിക്കും. വീണ്ടും കൊത്താൻ പോകും, തലവലിക്കും, വെള്ളം കുടിക്കുകയില്ല. ലക്ഷ്മണൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. രാമൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ലക്ഷ്മണൻ ചോദിക്കും, ചേട്ടാ ആ കാക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കാക്ക എന്താ വെള്ളം കുടിക്കാത്തത്? ഇനി എന്താ ജലത്തിൽ വിഷമുള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അനിയ, ആ കാക്ക ഒരു മഹാഭക്തനാണ്, അത് നിരന്തരം നാമം ജപിക്കുകയാണ്. വെള്ളം കുടിക്കണ ഒരു നേരത്ത് നാമം ചെല്ലാൻ പറ്റാണ്ട പോയാലോ എന്ന് വിചാരിച്ചിട്ട് അത് ദാഹം സഹിച്ചിട്ട് പോലും വീണ്ടും നാമം ജപിക്കാൻ വേണ്ടിയിട്ട് തല പിന്നോട്ട് വലിക്കുകയാണ്. അപ്പോൾ ആരുടെ നിന്നാണ് സർട്ടിഫിക്കേഷൻ വരണം? ശ്രീരാമസ്വാമിയുടെ കയ്യിൽ നിന്നാണ് സർട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ ഇങ്ങനൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും നമ്മൾ ജീവിതത്തിൻ്റെ കടലിൽ മുങ്ങി താഴുമ്പോൾ നമ്മുടെ ബന്ധുക്കളെ കൊണ്ടോ നമ്മുടെ ധനത്തെ കൊണ്ടോ നമ്മുടെ അധികാരത്തെ കൊണ്ടോ ഒന്നും നമുക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. ആ പ്രാണസങ്കടം വരണ സമയത്ത് ആരാ നമ്മളെ തുണയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വിളിക്കുന്നതിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് വിളിക്കണം. അല്ലാണ്ട് വെറുതെ എല്ലാം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ ഗുരുവായൂരപ്പൻ എന്ത് ചോദിച്ചാലും പറയും, എന്ത് വൃത്തിയോട് കാണിച്ചാലും ഒക്കെ ഗുരുവായൂരപ്പൻ. ഒരിക്കലും ചെയ്യരുത്. ആ നിരപരാധിയെ വെറുതെ വിടും. അതിനെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ സ്നേഹത്തോടു കൂടിയിട്ട് വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ മാത്രമാണ് ആ അക്ഷരം തൊണ്ടയെ കുടുങ്ങിയിട്ട് പോലും വരണില്ലെങ്കിൽ പോലും ഭഗവാൻ അവിടെ വരും. ഈ രാമനാമത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. മരണം വരണ സമയത്ത് ഈ വാതപിത്ത കഫങ്ങളൊക്കെ കോപിച്ചിട്ട് തൊണ്ടയിൽ കുരുങ്ങും, ശബ്ദം വരില്ല. അപ്പം പോലും ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പം രാം എന്നാണ്. ആ വിളിയാണത്രേ രാം എന്ന് പറഞ്ഞോട് കൂടിയിട്ട്. രാ എന്നുള്ള ശബ്ദം ഉച്ചരിക്കുമ്പോൾ പാപങ്ങൾ മുഴുവൻ കത്തി നശിക്കുകയും എന്ന് പറഞ്ഞിട്ട് വായടയ്ക്കണോട്ട് പുതിയ പാപങ്ങളും വാസനകളും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ആത്മാവിലേക്ക്. അങ്ങനെ സീൽ ചെയ്ത് കളയുന്നത്. അതായത് ക്യൂറേറ്റീവുമാണ്, പ്രിവെൻറ്റീവുമാണ്. ഉള്ള അസുഖം മാറ്റുകയും ചെയ്യും, പുതിയതൊന്ന് വരുത്തുകയില്ല. ഇപ്പോൾ ഗജേന്ദ്രൻ പോലും ആദ്യം സ്വന്തം ശക്തിയിൽ വിചാരിച്ച് അഭിമാനിച്ചു നിന്നൂല്ലേ കാലങ്ങൾ. പിന്നെയാണ് അവസാനം ഉള്ളു ചുട്ടങ്ങോട്ട് വിളിക്കുന്നത് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഞാൻ എപ്പോഴും തുടക്കത്തിൽ ചെല്ലണം. അതുകൊണ്ടാണ്
ഭഗവാന്റെ അല്ലാണ്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല, നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവിൻ്റെ വിളിയായിരുന്നു ഗജേന്ദ്രൻ്റെ വിളി. അതുകൊണ്ടാണ് എല്ലാ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിലും എന്നോട് ചോദിക്കും ചിലർ, വേറെ എല്ലാ ശ്ലോകങ്ങളൊന്നും ശരത്ത് ചെല്ലാറില്ല, എന്താ നാരായണാകല ഗുരുവോ ചെല്ലണം. കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ആ ഒരു വിളി, ആ ഒരു വരി എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നു. അതിൻ്റെ കാരണം ഇതാണ്. കാരണം നമ്മൾ എത്ര അശക്തരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതിൽപ്പോലൊരു പിടിവള്ളി വേറെ ശരിക്കും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഏതൊരു ഭഗവാന്റെ നാമസങ്കീർത്തനം സകല പാപങ്ങളെയും നശിപ്പിക്കണോ അതിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടതും, അതിനെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടതും. ഞാൻ മുമ്പ് രാമനാമം പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹനുമാന് ശ്രീരാമനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ശ്രീരാമൻ ഹനുമാനെ മാറി നിൽക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ മേലെ രാമബാണം എയ്യും, എനിക്ക് ഇന്ന ആളെ കൊന്നേ പറ്റൂ, ഞാൻ കൊടുത്ത വാക്കാണ്. അത് വലിയൊരു കഥയാണ്. രാമനാമം പറഞ്ഞിട്ട് തിരുവില്ലാമലയിലുണ്ടായ പ്രഭാഷണത്തിലുണ്ടത്, യൂട്യൂബ് കിടപ്പുണ്ട്. അവർ ഹനുമാൻ പറയില്ല, ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു നാഥ, ഞാൻ മാറില്ല പറയും, എങ്കിൽ നിൻ്റെ നേരെ ഞാൻ രാമബാണം പ്രയോഗിക്കും. രാമബാണം എന്ന് പറഞ്ഞാൽ സുദർശനമാണ്, അല്ലെങ്കിൽ വാശുവധം പോലെയാണ്. അത് ലക്ഷ്യം കണ്ടേ മടങ്ങുള്ളൂ. ഹനുമാൻ്റെ നെഞ്ചിൻ്റെ നേരെ തന്നെ രാമബാണം പ്രയോഗിച്ചു. രാമനാമം ചൊല്ലിക്കൊണ്ട് നിന്നു. ഹനുമാൻ രാമബാണം ഭസ്മമായി പോയി. ശ്രീരാമൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഭഗവാനോട് പറയണത്, ശരീരത്തിൻ്റെ പരിമിതിയിലിരിക്കണം, അങ്ങേക്കാട്ടിലും മഹത്താണ് ഭഗവാനെ അങ്ങയുടെ നാമെന്ന്. ഈ ശരീരം നാളെ സരയൂല് പോവും, അങ്ങേ നാളെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അങ്ങയുടെ നാമം അങ്ങയ്ക്ക് മുമ്പുണ്ട്, ഇപ്പോഴുണ്ട്, നാളെയുണ്ട്. ഇതാണ് രാമനാമത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഭഗവാന്റെ രൂപത്തിന് കാലദേശ പരിധികളുണ്ട്, പക്ഷെ ഭഗവാന്റെ തിരുനാമത്തിന് ആ നിബന്ധനകൾ യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നാമം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും, മനസ്സിനെ സ്ഥിരപ്പെടുത്തും, ജനനമരണ ചക്രങ്ങളിൽ നിന്ന് രക്ഷിക്കും, നമ്മുടെ കർമ്മദോഷങ്ങളെ കത്തിച്ചു കളയും, സംസ്കാരങ്ങളെ, അത് വാസനകളെ ഒക്കെ മാറ്റിക്കളയും, നമ്മുടെ ബന്ധനങ്ങളെ മുഴുവൻ അത് പൊട്ടിച്ചു കളയും, നമുക്ക് രാഗത്തെയും ദ്വേഷത്തെയും വൃത്തിയാക്കി മനസ്സിലാക്കി തരികയും അത് ഇല്ലാതാക്കുകയും ചെയ്യും. ഒരു കാര്യത്തിൽ നമുക്ക് ശാഠ്യങ്ങൾ ഉണ്ടാവില്ല, മിഥ്യാധാരണകൾ ഉണ്ടാവില്ല, അനശ്വരമായിട്ടുള്ള ശാന്തി നമുക്ക് പ്രദാനം ചെയ്യും. പിന്നെ യോഗമാർഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ഡലിനിയൊക്കെ ഉയർത്തും, അതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. ജപമാലയായിട്ട് നാമത്തിന് ഒന്നേ വേണ്ടൂ, നാക്ക്. വിരലോ മാലയോ ഒന്നും വേണ്ട, നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ജപമാല. നാക്ക് തന്നെ ജപമാല. നാക്ക് ജപമാല ആയാലുണ്ടല്ലോ ജപം ഉറയ്ക്കും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സമയമുള്ളവർ ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ താമസിച്ച് ഭഗവാനെ തൊഴണവരൊക്കെ കുറഞ്ഞത് ദിവസം 50,000 രൂപയെങ്കിലും രാമാന്നോ കൃഷ്ണാന്നോ ചൊല്ലി നോക്കൂ. നിങ്ങൾക്ക് സാധിക്കും. 6 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ജപിക്കാം, സുഖമായിട്ട് ജപിക്കാം. ഇരുന്നോ നിന്നോ ഉറങ്ങണ കിടക്കയിലിരുന്ന് മാത്രം ജപിക്കരുതെന്നേ ഉള്ളൂ. കാരണം അവിടുത്തെ അന്തരീക്ഷം വേറെയാണ്, നമുക്ക് മനസ്സ് ഉറക്കത്തിലേക്ക് പോകും. 50,000 രൂപ കുറഞ്ഞ് ജപിച്ച് നോക്കൂ, എത്ര പെട്ടെന്ന് സാക്ഷാത്കാരത്തിൽ എത്താറിയും, ഒരു സംശയവും വേണ്ട. അപ്പോൾ രാമദാസൻ്റെ കഥയിൽ പറയും, ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന് 13 കോടി പ്രാവശ്യം കഴുത്തറ്റം വെള്ളത്തിൽ ഗോദാവരി നദിയിലോട്ട് നിന്ന് ജപിച്ചിട്ടാണ് അദ്ദേഹത്തിന് ശിവാജിയുടെ ഗുരുവായിരുന്നു. ആ രാമനാമത്തിൻ്റെ ശക്തിയിലാണ് ശിവാജി ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തുമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നീലകണ്ഠ സദ്ഗുരു തന്നെ, അദ്ദേഹത്തിൻ്റെ മഹിമ തന്നെ പറയാൻ അനവധിയുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച നാമസപ്താഹത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചെയ്ത മറ്റൊരു അത്ഭുത പ്രവൃത്തിയാണ് പൊൽപ്പാക്കര നമ്പൂതിരിക്ക് പ്രമേഹത്തിൻ്റെ ഒരു കുരു വന്നപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പോയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഏകദേശം 7 കോടിയോളം നാമം ജപിക്കുകയാണ് ചെയ്തത് 2 മാസക്കാലം. ആ കുരു ഉണങ്ങിപ്പോയി. 90 ദിവസത്തെ ആയുസ് പറഞ്ഞാണ് പൊൽപ്പാക്കരയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഗുരുവായൂരപ്പൻ തിരിച്ചു കൊണ്ടിരുന്നത് മേക്കാട് നീലകണ്ഠ സദ്ഗുരുവിൻ്റെ നാമജപ ശക്തി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭിണിയായിരുന്ന കാലത്ത് കൂടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ നെയ്യ് ജപിച്ചു കൊടുത്തിരുന്നു അത്രേ, നാമവും ജപിക്കുന്നിരുന്നിട്ട്. അത് കേട്ടിട്ടാണ് പ്രഹ്ലാദനെ പോലെ സദ്ഗുരു വന്നത്. മേൽപ്പത്തൂരിന് വാദം കൊണ്ട് ഗുരുവായൂർക്ക് വന്നു. ആനന്ദ തിരുമേനിക്കും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ മേക്കാടും വയറുവേദന കാരണം ഗുരുവായൂർക്ക് വന്നു. ഒരാൾ ഈശ്വരവിശ്വാസിയായിട്ട് തന്നെ വന്നത്, ആനന്ദ തിരുമേനി നിരീശ്വരവാദിയായി വന്ന് ഈശ്വരവിശ്വാസിയായി മാറി. അപ്പോൾ നാമമാണ് അവരെയൊക്കെ വളർത്തിയതും നമുക്കൊക്കെ ഇന്ന് ഇവിടെ ഇരുന്നതാ ഇങ്ങനെ പ്രഭാഷണം ചെയ്യാനും അല്ലെങ്കിൽ സത്സംഗം ചെയ്യാനും ഒക്കെ ഉള്ള ആ സാധ്യതകൾ ഉണ്ടാക്കി തന്നതും ഒക്കെ. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒപ്പം തന്നെ സ്മരിക്കേണ്ട ഒരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിനെയും കൂടെ പറയണം. അതൊക്കെ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. കോങ്ങോട്ട് രാമൻകുട്ടി നായർ ഗുരുവായൂർ ദേവസ്വം മാനേജറായിരുന്നു. അദ്ദേഹമാണ് 2ാം ലോകമഹായുദ്ധ കാലത്ത് ഗുരുവിനോട് ചോദിക്കുന്നത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നാട്ടിലെ ക്ഷാമവും പരിവട്ടവും മാറ്റാൻ പറയുമ്പോൾ നാമജപം നടത്താം. 41 ദിവസത്തെ അഖണ്ഡ നാമജപമായിട്ടാണ്. രാവിലെ ശിവേലി കഴിഞ്ഞാൽ തുടങ്ങും, വൈകുന്നേരം ദീപാരാധന വരെ നാമജപം. ഇങ്ങനെ 41 ദിവസം നാമം ജപിച്ചിട്ടാണ് അതിൻ്റെ ഫലം ഉണ്ടായി എന്നാണ് പറയുക. അപ്പോൾ അവരൊക്കെ സമൂഹത്തിനും രാഷ്ട്രത്തിനും വരെയും എത്രമാത്രം കോൺട്രിബ്യൂട്ട്. അവർ ചുമ്മാ ഒരു കോർണറിൽ നിന്ന് ജപിച്ചുകൊണ്ടിരുന്നവരല്ല. നീലകണ്ഠ സദ്ഗുരു രേവതി പട്ടത്താനത്തിൽ കിഴി കിട്ടിയിട്ടുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ള ആളാണ്, ചെറിയ ആളല്ല. പാണ്ഡിത്യത്തിൻ്റെ മറുകര കണ്ട ഒരാളായിരുന്നു.
അങ്ങനെയുള്ള ഒരാളാണ് ചൈതന്യ മഹാപ്രഭുവിനെ പോലെ പാണ്ഡിത്യം പുല്ല് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് നാമമഹാത്മ്യത്തിലേക്ക് ഇറങ്ങി വന്നത്. അവരൊക്കെ സർവശാസ്ത്ര വിശാരദരായിരുന്നു. മേൽപ്പത്തൂർ പോലും പാണ്ഡിത്യം ഉപേക്ഷിച്ചിട്ടില്ല മരണം വരെ. അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. മഹാത്മാക്കളായിട്ട് ഉള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് ത്യാഗം. അറിവിനെപ്പോലും അവർ കഷ്ടപ്പെട്ട് നേടിയ അറിവിനെപ്പോലും അവർ ത്യജിക്കണമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ നീലകണ്ഠ സദ്ഗുരുവിൻ്റെ സമാധി പോലും ഇവിടെ ഡോക്ടർ ഇ ടി വർഗീസ് ചാവക്കാട് ക്ലിനിക്കൽ ജനറൽ സർജനായിരുന്നു. ഗുരുവായൂരപ്പനെ ദിവസം പ്രദർശനം വെച്ചിട്ട് കിഴക്കേ ഗോപുരത്തിൽ വന്നിട്ട് അകത്ത് നോക്കി തൊഴുത് ഇവിടെ വന്ന് പ്രസാദം കഴിച്ചു പോയിരുന്നതാണ് ഇ ടി വർഗീസ്. അദ്ദേഹം ഇരുന്ന് നാമം ചെല്ലുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, നീലകണ്ഠ സദ്ഗുരുവിൻ്റെ അടുത്തിരുന്നിട്ട്. അങ്ങനെയാണ് അവസാനം ഫെബ്രുവരി മാസത്തിൽ ഈ 24 1945 അദ്ദേഹം ഭഗവാനിൽ ഗുരുവായൂരപ്പനിൽ ലയിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ ഗുരുനാഥന്മാരോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൂന്താനം പറഞ്ഞത് ഇത്ര നേരം പൂന്താനത്തിനെ സ്മരിച്ചില്ല അല്ലേ? നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന് പറഞ്ഞ പൂന്താനമാണല്ലോ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ്, ഇത് ചെയ്താലുള്ള അവസ്ഥ തന്നെയാണ് ഭട്ടേരിപ്പാട് ശ്രേയോമാർഗേഷു എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ പറഞ്ഞത്. ഭ്രാന്തനെ പോലെ കീർത്തിക്കാൻ സാധിക്കണം ഗുരുവായൂരപ്പ എനിക്ക് നിൻ്റെ നാമം എന്നാണ് പറഞ്ഞതല്ലേ. ദശകം 91 ആ ശ്ലോകം നിങ്ങളൊക്കെ പോയിട്ട് ഒന്നുകൂടെ വായിക്കുക. ശ്രേയോമാർഗേഷു ഭക്താവധിക ബഹുബധിരും ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തതുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ബുദ്ധ്യാധ്യാസ കഥാചിത് കഹചിതഭിരുദ്ധൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീൻ പ്രനൃത്യൻ അയ്യു ഗുരു കരുണാം ലോകബാഹ്യശ്ചരേയം. അതായത് ഉന്മാദത്തോട് കൂടിയിട്ട് ഭ്രാന്തനാണെന്ന് ആൾക്കാർ വിളിച്ചോട്ടെ, അങ്ങനെ എനിക്ക് ജപിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പാന്ന് ഈ പാണ്ഡിത്യ ഹേസരിയായിട്ട് സാന്ദ്രാനന്ദം എന്നൊക്കെ പറഞ്ഞിട്ട് തത്വം പറഞ്ഞ് തുടങ്ങിയ ആൾ പറയുക അവസാനം എത്തുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ജപിക്കാൻ പറ്റുന്ന ആളായാൽ മതി. ഇതിലാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ പതിതസ്കരിതശ്ചാർത്ത ക്ഷുത്വാഭാവിവശോബ്രുവൻ ചെല്ലുമോ നിങ്ങൾ 3 പ്രാവശ്യം? പതിതസ്കരിതശ്ചാർത്ത ക്ഷുത്വാഭാവിവശോബ്രുവൻ ഹരേ നമ ഹരേ നമ ഹരേ നമ ഇത്യുച്ചേർമുച്യതേ സർവവാദകാൽ. ഗുരുവായൂരപ്പ അപ്പോൾ ഭാഗവതത്തിൻ്റെ ആ സമർപ്പണം തന്നെ പറഞ്ഞുകൊണ്ട് തിരുനാമാചാര്യൻ്റെയും മേക്കാട് നീലകണ്ഠ സദ്ഗുരുവിൻ്റെയും പൊന്നു ഗുരുവായൂരപ്പൻ്റെയും തൃപ്പാദങ്ങളിൽ ഞാൻ ഈ എളിയ പ്രഭാഷണത്തെ സമർപ്പിക്കുകയാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. പൊന്നു ഗുരുവായൂരപ്പ സന്തോഷിക്കണേ. നാരായണ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.